ഓം ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗും ഗുരുഭ്യോ നമഃ. ബാലരവിദ്യുതിബിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനേശ്യോ. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാര സംസ്ഥ നിവസത് ഹൃദി ബാല നിത്യകല്യാണശീലാമി. ജാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം ത്രിശൂലം പതുനോഭീതേർഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമഃ ശിവായ നമ. ഓം നമഃ ശിവായ ശിവായൈ നമ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. കപിലാവതാരവും തുടർന്ന് കപിലവാസുദേവൻ അമ്മ ദേവഹൂതിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശവുമാണ് നമ്മൾ വാസ്തവത്തിൽ അനുധാവനം ചെയ്ത് അന്വേഷിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഭാഗവതം നമ്മെ ധരിപ്പിക്കുന്നത് ശ്രീമദ് ഭാഗവതം പുരാണതിലകം യദ് വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ എന്ന് തന്നെയാണ്. യസ്മിൻ പാരമഹംസ്യം ഏകം അമലം ജ്ഞാനം പരം ഗീയതേ. നിർമ്മലമായിരിക്കുന്ന ജ്ഞാനം ഏതൊരറിവാണോ നമ്മളെ ലക്ഷ്യമെന്ന് പറയുന്ന പരമപദപ്രാപ്തിക്ക് അർഹത നേടിത്തരുന്നത്, ആ ജ്ഞാനമല്ലാതെ ഇവിടെ യാതൊന്നും പ്രതിപാദ്യ വിഷയമല്ല. പാരമഹംസ്യമേകമമലം ജ്ഞാനം. പാരമഹംസ്യം എന്ന് പറയുമ്പോൾ പരമഹംസന്മാർ അറിഞ്ഞതും പറഞ്ഞതുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഭാഗവതത്തിൽ ആദ്യമായിട്ടൊരു പരമഹംസൻ കയറി വരുന്ന തൃതീയ സ്കന്ധത്തിലെ കപിലാവതാരത്തിലൂടെയാണ്. കപിലൻ അവതരിക്കുന്നത് ജ്ഞാനപ്രതിപാദനം നടത്തിക്കൊണ്ട് അമ്മയെ മോക്ഷപ്രാപ്തിയാക്കുക. ഭാഗവതത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ, കസ്മയ്യേന വിഭാസിതോയം അതിലോ ജ്ഞാനപ്രദീപപുര എന്ന് ഒടുവിൽ പറയുന്ന സത്യം പരം ധീമഹിയിലും പരമമായിരിക്കുന്ന സത്യം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം അറിയാനുള്ള ജ്ഞാനം അതൊന്നു മാത്രമാണ് മുക്തിക്ക് ഹേതുവെന്ന്. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ ദുർലഭം, വളരെയേറെ ശക്തമായിരിക്കുന്ന ഈ സന്ദർഭം നമുക്ക് അതിനുവേണ്ടി വിനിയോഗിക്കാം. എന്തിനാണ് നമ്മൾ ഓരോരുത്തരും ജീവൻ അല്ലെങ്കിൽ ഈ ജീവൻ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഉടൽ എടുത്തത്? അതേ ചിന്തിക്കേണ്ടതുള്ളൂ. ശരീരമെടുത്തത് ശരീരത്തെ വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരീരമെടുത്തത് ശരീരത്തെ വിടുകയും വേണം. ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കുകയും വേണം. അപ്പോൾ ഈ പറയുന്ന ആത്മബോധം, ആത്മജ്ഞാനം അഥവാ ജീവോ ബ്രഹ്മൈവനാപര എന്ന ആദിശങ്കരൻ പാടി ഊട്ടി ഉറപ്പിച്ചു തന്നിട്ടുള്ള ആ അറിവ്, അത് ദൃഢമാക്കലാണ് വാസ്തവത്തിൽ ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. ഭാഗവത്തിൽ മോചനം എന്ന് പറയുന്ന മോക്ഷം വളരെ എച്ചിറണ്ണൻ പ്രപടൻ വിചാരണപരോ എന്ന് പറയുന്നതിൽ നിന്ന് ഈ പരമഹംസന്മാരാൽ പാടപ്പെട്ട, പറയപ്പെട്ട, അവരാൽ അറിയപ്പെട്ട ജ്ഞാനം അത് ഏതൊന്നാണോ ഭാഗവതത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്, അതുകൊണ്ട് നമ്മൾ അത് കേട്ടാൽ എച്ചിറണ്ണൻ പ്രപഠൻ അത് വേണ്ട രീതിയിൽ പഠിച്ചാൽ ഇന്നത്തെ നിധിധ്യാസനത്തിലൂടെ അത് ഊട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുക്തന്മാരായി തീരുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇന്നിപ്പോൾ ഭാഗവതം എന്ന് പറയുന്നത് എന്തിന് എന്നൊരു ബോധം യഥാർത്ഥ തലത്തിൽ അതിൻ്റെ ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് എന്ന് നമ്മൾ പറയുന്ന പോലെ അക്ഷരത്തിലും അർത്ഥത്തിലും അത് ഗ്രഹിക്കാനായിട്ട് നമ്മൾ നോക്കുന്നില്ല. പരമഹംസനായിരിക്കുന്ന ഈ കപിലവാസുദേവൻ ജനിക്കുന്നത്
അച്ഛനന്മാരുടെ പ്രത്യേകതയെല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ അച്ഛനമ്മമാർക്ക് ജനിക്കുന്ന ഈ കുട്ടിയാണെങ്കിലോ അവതാര സ്വരൂപമായിട്ട് പരിണമിക്കുന്നു. അതെങ്ങനെ പരിണമിച്ചു എന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞ വിഷയമാണ്. പ്രകൃതിക്ക് അതീതമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് പ്രകൃതി എന്ന് പറയുന്ന സ്ത്രീ, അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്ന ആ കുട്ടികൾ, പെൺകുട്ടികൾ, അവർ 9 പേരും ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞിട്ട് 10ാമത് അവതരിക്കുന്ന ആ വാസുദേവൻ, ജ്ഞാനത്തിൻ്റെ ഉറവിടം, അദ്ദേഹമാണ് പരമ്പൊരുളായിരിക്കുന്ന ഈശ്വരൻ, അദ്ദേഹമാണ് ദേവഹൂതിക്ക് ആത്മജ്ഞാനം ഉപദേശിക്കുന്നത്. രാജസമായിരിക്കുന്നത്, സാത്വികമായിരിക്കുന്നത്, അതുപോലെ തന്നെ താമസമായിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഭക്തികളെല്ലാം തന്നെ, ഭക്തിയുടെ വ്യത്യസ്ത ഭാവങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടത് പരമഹംസന്മാരാൽ പാടപ്പെട്ട ജ്ഞാനം, പറയപ്പെട്ട ജ്ഞാനം എന്ന് പലവട്ടം നമ്മൾ പറയുമ്പോൾ നമ്മൾ പരമഹംസന്മാരായിത്തീരാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി ആമുഖമായിട്ട് നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത്ത് പരമഹംസനാകാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം കേൾക്കുന്നത്. പരമഹംസനാകുക എന്ന് പറയുന്നത് ജീവൻ്റെ ലക്ഷ്യമാണ്. അഥവാ ജനിച്ചു വീണ നമ്മൾ എല്ലാവരുടെയും ജന്മാവകാശമാണ്. നമ്മളെല്ലാവരും തന്നെ പരമഹംസന്മാരി ആയിട്ട് വേണം ഈ ശരീരത്തോട് വിട പറയാൻ. അത്തരത്തിൽ കുത്തിയിരിക്കുന്ന പരീക്ഷത്താണ് ഇതെല്ലാം തന്നെ കേൾക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പുരാണത്തിൽ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഈ പുരാണ തിലകമായിരിക്കുന്ന ഈ ഭാഗവതത്തിൽ ഇവിടെ അവതരിച്ചിരിക്കുന്ന പരമ്പൊരുളായിരിക്കുന്ന പരമേശ്വര സ്വരൂപം വാസുദേവൻ, സാക്ഷാൽ കപില വാസുദേവൻ നമ്മെ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഹംസപദവിയിലേക്കാണ്. ഇനി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപദേശങ്ങൾ ഭാഗവതത്തിലുടനീളമില്ലേ? ഭാഗവതത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യത്യസ്തന്മാരായിട്ടുള്ള കഥാപാത്രങ്ങൾ പല പല സന്ദേശങ്ങളും നമുക്ക് തരുന്നില്ലേ? അവയും വ്യത്യസ്തങ്ങളാണ്. പക്ഷേ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ സന്ദേശങ്ങളിൽ എല്ലാത്തിലും നമുക്കൊരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന രീതിയിൽ, നാനാത്വത്തിൽ ഏകത്വം കാണാം. ഇതെല്ലാം തന്നെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, മോചനത്തിന് വേണ്ടിയിട്ടാണ്. ഹംസം എന്ന് പറയുന്നത് തന്നെ പരമഹംസം, അതായത് ഇവിടെ പരമഹംസന്മാരിൽ പാടപ്പെട്ടത് യസ്മിൻ പരമഹംസ്യം ഏകമമലം ജ്ഞാനം പരം ഗീയതേ എന്ന് പറയുന്നതിൽ നിന്ന് പരമഹംസന്മാരിൽ പാടപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഇവിടെ അവതരിച്ചു വന്നിരിക്കുന്ന ആദ്യാവതാരമെന്ന് ഭാഗവതത്തിൽ പറയാവുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ട് അവതരിച്ച ഒരു പരമഹംസൻ എന്ന് പറയാവുന്ന, വരാഹാവതാരം കഴിഞ്ഞു. ആ വരാഹാവതാരം ഈശ്വരാവതാരം തന്നെയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള അവതാരങ്ങൾ ഇനിയും വരും. പക്ഷേ പരമഹംസനായിട്ട് ആ പദവി അലങ്കരിക്കുന്ന ഒരവതാരത്തെ നമ്മൾ കാണുന്നത് കപിലനെയാണ്. അപ്പോൾ ഉദ്ദേശലക്ഷ്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മ എന്ന് പറയുന്ന ജീവനെ രക്ഷപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി ഏകുന്ന രീതിയിലേക്ക് നീങ്ങുന്ന ഈ പരമഹംസജ്ഞാനം, അതാണ് വാസ്തവത്തിൽ നമ്മൾ അറിയേണ്ടത്. ഹംസം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാമെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കാറുണ്ട്, ഓം നമോ ഭഗവതേ വാസുദേവായ. അതിൽ ഓംകാരത്തിൻ്റെ ധ്വനി നമ്മൾ ആസ്വദിക്കാറുണ്ട്. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസ്സംഘർഷണായ ച. ഇങ്ങനെ 4 പേരുകൾ പറഞ്ഞുകൊണ്ടാണ് നാരദർക്ക് മന്ത്രം കിട്ടിയതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ 4 പേരുകൾ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ വൈഷ്ണവ സമ്പ്രദായത്തിലെ ചതുർവ്യൂഹമാണത്. 4ആയിട്ടാണ് പൂർണ്ണാവതാരം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ പൂർണ്ണമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് കടക്കുന്നത് ഇങ്ങനെ ഭഗവാൻ വാസുദേവനും സംഘർഷനും അതുപോലെ അനിരുദ്ധനും പ്രദ്യുമ്നനും കൂടുമ്പോഴാണ് എന്ന്. അപ്പോൾ എല്ലാ തരത്തിലൊരു പൂർണ്ണത എന്ന് പറയുന്നത് പ്രാപിക്കേണ്ടത് അവതാരങ്ങളുടെയും ലക്ഷ്യമാണ്. വരാഹാവതാരം വന്നുപോയി, നരസിംഹാവതാരവും ഉടൻ വന്നു, ഉടൻ പോയി. അപ്പോൾ അതേ രീതിയിലുള്ള അവതാരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ടൊരു പൂർണ്ണാവതാരത്തിലേക്ക് നയിക്കുന്ന ഭാഗവത കഥകളെല്ലാം തന്നെ ലക്ഷ്യമിടുന്ന പൂർണ്ണതയിലേക്കാണ്. എവിടെയാണ് പൂർണ്ണത? പൂർണ്ണത എന്ന് പറയുന്നത് ഓംകാരത്തിലാണ്. അപ്പോൾ ഈ ഓംകാരം എന്ന് പറയുന്ന പൂർണ്ണമായിട്ടുള്ള ഈശ്വര സ്വരൂപം, അത്തരത്തിലുള്ള ഈ ഹംസരൂപം അഥവാ ഈ പറയുന്ന പ്രണവത്തിൻ്റെ ധ്വനി, ആ ശബ്ദത്തിൽ നിന്ന് ഉടലെടുത്തതല്ലേ ഈ പറയുന്ന നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന ഈ ലോകം മുഴുവൻ. അപ്പോൾ എല്ലാ തരത്തിലും പ്രപഞ്ച സൃഷ്ടിക്ക് ഉതകുന്ന ഓങ്കാരം, ആ ശബ്ദത്തിൻ്റെ ധ്വനി, അതാണ് ഈശ്വരവാചകം അല്ലെങ്കിൽ ബ്രഹ്മവാചകം എന്ന് പറയുമ്പോൾ ഈശ്വരനെ തേടി അലയേണ്ടതില്ല. നമ്മൾ ഓങ്കാരത്തെ ഒന്ന് അനുധാവനം ചെയ്താൽ മതി. അപ്പോൾ ഈ ഓങ്കാരത്തെ നമ്മൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ രാജസമായിട്ടുള്ള ഭക്തി, അതിൻ്റെ ഗതി, അതിൻ്റെ നിരൂപണം; സാത്വികമായിട്ടുള്ള ഭക്തി, അതിൻ്റെ ഗതി, അതിൻ്റെ നിരൂപണം; താമസമായിട്ടുള്ള രീതി, അതിൻ്റെ ഗതി, അതിൻ്റെ നിരൂപണം. ഇതെല്ലാം തന്നെ വ്യത്യസ്ത അധ്യായങ്ങളിലൂടെ കപിലൻ പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നുകൂടി കടക്കുക. നമ്മൾ ഈ ജനിച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരു ജന്തു, ഈ പറയുന്ന ജീവി ഗർഭപാത്രത്തിൽ ഇങ്ങനെ ഉരുത്തിരിയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്.
അപ്പോൾ ജന്തു അഥവാ അത്തരത്തിലുള്ളൊരു ജന്മം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ ഉരുത്തിരിയുമ്പോൾ അത് ഇരുട്ടിലാണ്. അത് വാസ്തവത്തിൽ ഗർഭപാത്രത്തിൽ കാലം കഴിച്ചുകൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. പ്രസവം എന്ന് പറയുന്ന പ്രവൃത്തി തന്നെ രാജസമായിട്ടുള്ളൊരു പ്രക്രിയയുടെ പരിണതഫലമാണ്. രാജസമായതാണ് സൃഷ്ടി. അപ്പോൾ ഈ രാജസം എന്ന് പറയുന്ന ചുവന്ന ഗുണത്തോടു കൂടിയ സൃഷ്ടി എന്ന് പറയുന്ന അത്തരത്തിലുള്ള പ്രവൃത്തിയെല്ലാം തന്നെ ഏറ്റെടുത്ത് ബ്രഹ്മാവുമാണ്. അപ്പോൾ ബ്രഹ്മാവ് ഏറ്റെടുത്ത ഈ രജോ ഗുണം അഥവാ ആ സൃഷ്ടിക്കാനുള്ള വൈഭവം അത് ഭക്തിയിലും കലർന്നു കഴിഞ്ഞാൽ ആ ഭക്തിയും പല പല കാര്യങ്ങളിങ്ങനെ സൃഷ്ടിക്കും. കർമ്മമായാലും രജോ ഗുണമായിട്ടുള്ളതും താമസമായിട്ടുള്ളതും സാത്വികമായിട്ടുള്ളതുമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ത്രിഗുണത്തോട് ബന്ധപ്പെട്ടുള്ള കർമ്മമല്ലാതെ ത്രിഗുണങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള ഭക്തിയല്ലാതെ മറ്റു യാതൊന്നും ഈ ലോകത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ് ശ്രേഷ്ഠം എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഉപദേശിക്കുകയാണ് കപിലവാസുദേവൻ. പ്രപഞ്ചത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ കണ്ട ഇരുട്ട്, ആ ഇരുട്ടിൽ നിന്നുള്ള വെളിച്ചത്തിലേക്കുള്ള യാത്ര. അങ്ങനെ ഇരുട്ടിനെ കണ്ടു, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഓരോരോ രീതിയിൽ ഓരോന്നോരോന്നിങ്ങനെ അവലംബിച്ചുകൊണ്ട് നമ്മൾ കർമ്മം പ്രവർത്തികൾ ചെയ്യും. നമ്മൾ ഭക്തി അല്ലെങ്കിൽ ഈശ്വരനോട് ചൊല്ലിയുള്ള പ്രേമം അതെല്ലാം വർദ്ധിപ്പിച്ചു കൊണ്ടുവരും. അതെല്ലാം തന്നെ ചെന്ന് നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ഒരേ ഒരു അറിവിലാണ്. അപ്പോൾ ഒരേ ഒരു അറിവ് എന്ന് പറയുന്ന പ്രണവം എന്ന് പറയുന്ന ധ്വനി, അതിൻ്റെ ആ അറിവല്ലാതെ മറ്റ് യാതൊന്നും ഇവിടെ വാസ്തവത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ടതില്ല. അതിൻ്റെ അർത്ഥമാണ് വാസ്തവത്തിൽ ഹംസപദത്തിൽ അന്തർഭവിച്ചിരിക്കുന്നത്. ഹംസം നല്ല ചിന്തിക്കേണ്ട ഒരു പദമാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് അതിനെ ഇട്ട് തരുന്ന നമ്മളെല്ലാവരും തന്നെ കാട് കയറി പോകുമ്പോൾ ക്ഷേത്രങ്ങളില്ലാഞ്ഞിട്ടല്ല, അവിടെ പൂജകളില്ലാഞ്ഞിട്ടല്ല, കലശാദികളില്ലാഞ്ഞിട്ടല്ല, ഭാഗവത വേദിയിലും നമ്മൾ വിഗ്രഹങ്ങളും കോലാഹലങ്ങളും ഇതൊക്കെ വെച്ചുകൊണ്ട് സപ്താഹയജ്ഞങ്ങൾ ആചരിക്കാഞ്ഞിട്ടല്ല, അത്തരത്തിൽ ആരാധന നടത്താഞ്ഞിട്ടല്ല, ഇതൊക്കെ ഉണ്ട്. എന്നിട്ടും നമ്മൾ ഹംസം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും സൂക്ഷ്മതലത്തിലേക്ക്, അതിസൂക്ഷ്മമായിരിക്കുന്ന ഹംസഭാവത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. അവിടെ വാസ്തവത്തിൽ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പരമഹംസന്മാരെ കണ്ടുപിടിക്കൂ, അവരിലൂടെ വാസ്തവത്തിൽ ഭക്തി, ജ്ഞാന, വൈരാഗ്യം എന്ന് പറയുന്ന മൂന്നും നിങ്ങൾക്ക് കരഗതമാകട്ടെ എന്ന്. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇതും പ്രത്യേകിച്ച് ഭാഗവതത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. എത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്മ്യം ആവിഷ്കൃതം, അതും ചൊല്ലിത്തരുന്ന ഈ ഭാഗവതം തന്നെയാണ്. അപ്പോൾ എപ്രകാരമാണോ ഈ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒരേപോലെ ഉണ്ടായിരിക്കണം നമ്മളിലെന്ന് പറയുമ്പോൾ ഈശ്വരനെ ചൊല്ലിപ്രേമം വേണം, അല്ലെങ്കിൽ ഭക്തനായിരിക്കുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം. ഭക്തി എന്ന് പറയുന്ന അതുല്യമായിരിക്കുന്ന, അദമ്യമായിരിക്കുന്ന, അനന്യമായിരിക്കുന്ന രീതിയിലേക്ക് വരണം. അത് രാജസമായി കഴിഞ്ഞാൽ പോരാ, അത് താമസം ഒരിക്കലും ആകരുത്. അത് സാത്വികമായിട്ടുള്ള രീതിയിലേക്ക് ചെന്നാൽ നമുക്ക് ഗുണപ്രദമായിരിക്കും. അങ്ങനെ സാത്വികമായിട്ടുള്ളൊരു ഭക്തിയുടെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് നമ്മൾ എത്തണമെന്നെല്ലാം തന്നെ പറയുമ്പോൾ ഗുണങ്ങളെ എല്ലാം തന്നെ അതിക്രമിച്ച് കടക്കാനുള്ളൊരു വിദ്യ ഈ കപിലവാസുദേവൻ്റെ ഗീതയിലൂടെ കാണണം. അപ്പോൾ കപിലവാസുദേവൻ മുൻപിൽ പിടിച്ചിരുത്തിയിരിക്കുന്ന അമ്മയോട് പറഞ്ഞു കൊടുക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അതിഗഹനമായിട്ട് തോന്നും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പഠിച്ചു പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ അത്രയും പഠിക്കേണ്ടതുണ്ടോ, അത്രയും പോകേണ്ടതുണ്ടോ? ഇതിൻ്റെ ക്രക്സ്, ഇതിൻ്റെ സാരവത്തായിട്ടുള്ള കാര്യമെന്തോ എന്ന് ചോദിച്ചാൽ ത്രിഗുണമയമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലേക്ക്, ത്രിപുടി എന്ന് പറയുന്ന അതുകൊണ്ട് സമ്പുടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലേക്ക്, അതുകൊണ്ട് ജനിക്കാൻ വിധിക്കപ്പെട്ട ഞാൻ, ജീവിക്കാൻ വിധിക്കപ്പെട്ട ഞാൻ, ഒടുവിൽ ഈ ശരീരത്തെ ത്യജിക്കാൻ വിധിക്കപ്പെട്ട ഞാൻ, ഈ മൂന്നിനും അതീതമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് എത്തണമെന്നുള്ളതിൽ കവിഞ്ഞ് വേറെ വല്ലതും ഈ കപിലഗീതയിലൂടെ കടന്നു വരുന്നുണ്ടോ? ഇന്നലെയും ഇന്നും നാളെയുമെല്ലാം തന്നെ ഇല്ലാതെയാകണമെന്നുള്ള, അപ്പോൾ ഇന്നലെ, ഇന്ന്, നാളെ എന്ന് പറയുന്ന മൂന്നും ഇല്ലാതെയാകണമെങ്കിൽ എൻ്റെ ശരീരമെന്ന് പറയുന്ന ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥാത്രയങ്ങളെ ഉപയോഗിക്കുന്ന, അപ്പോൾ ഏതൊരു അവസ്ഥാത്രയങ്ങളെയാണോ ഞാൻ ഇങ്ങനെ ഭോഗത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ ഭുജിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യുന്ന ശരീരം ഉള്ളതുകൊണ്ട് ഇന്നലെ, ഇന്ന്, നാളെ, ഉറങ്ങി, ഉണർന്നു എന്ന് പറയുന്ന രീതി, അങ്ങനെ എല്ലാ തരത്തിലും ഈ മൂന്നായിട്ടിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് അതിനെ അറുതി വരുത്തിക്കൊണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ്. ഒന്നുകൂടി കടക്കാൻ നിവൃത്തിയില്ല. ഹംസം എന്ന് പറയുന്ന ഒരു പദവി നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അതല്ലേ അജപാ ഗായത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രിയുടെ വർഗത്തിൽ നാം വളരെയേറെ ശ്ലാഘിക്കുന്ന, വളരെയേറെ പ്രാധാന്യമറിയിച്ചുകൊണ്ട് പുകഴ്ത്തുന്ന ഒരു ഗായത്രിയാണല്ലോ ഈ പറയുന്ന അജപാ ഗായത്രി. ഈ അജപാ ഗായത്രി എന്ന് പറയുന്നത് സോഹം എന്ന് പറയുന്ന മന്ത്രം തന്നെയാണെന്ന് സുവിദിതമാണ്. സോഹം എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഊട്ടി ഉറപ്പിച്ചു തന്ന നമ്മുടെ പൂർവ്വസൂരികൾ, ഋഷീശ്വരന്മാർ ശരീരമല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ദേഹം നാഹം എന്ന് പറഞ്ഞുകൊണ്ടാണ്
സോഹം എന്ന് പറയുന്ന പദവിയിലേക്ക് നമ്മെ നയിക്കുന്നത്. അപ്പോൾ ഈ അജപാഗായത്രി എന്ന് പറയുന്ന സോഹം മന്ത്രം അത് കടത്തിക്കൊണ്ടുവന്നിട്ട് നമ്മൾ കിട്ടുവന്നിട്ട് നമ്മൾ ജനിച്ച കാലം മുതൽ ജപിച്ചുകൊണ്ടിരിക്കുന്നു അറിയാതെ എന്ന് പറയുന്ന ഈ അജപാഗായത്രി അത് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ച് അത്തരത്തിലുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ട് സോഹം എന്ന് പറയുന്ന പദത്തിലൂടെ മന്ത്രത്തിലൂടെ ഹംസ പദത്തിലേക്ക് എത്തിയവരാണ് ഈ പറയുന്ന ഈ സുകൃതികൾ, കപിലവാസുദേവനെ പോലുള്ള പരമഹംസന്മാർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഋഷിതുല്യരായ അവതാര സ്വരൂപമായിരിക്കുന്ന ഇവരെല്ലാവരും തന്നെ കടന്നു വരുന്നത്. ഒന്നുകൂടി ഭാഗവത്തിൽ നിങ്ങളൊന്ന് ഉറ്റുനോക്കിയാൽ, വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ, അവിടെ വക്താവും ശ്രോതാവും എന്ന് പറയുന്ന രണ്ടവസ്ഥ, ഗുരുവും ശിഷ്യനും എന്ന് പറയുന്ന രീതിയാണ്. അങ്ങനെ ഗുരുവും ശിഷ്യനും എന്ന് പറയുന്ന രണ്ട് രീതിയിൽ, പറയാനൊരാൾ കേൾക്കാനൊരാൾ എന്നുള്ള രീതിയിൽ അത്തരത്തിലൊരു പ്രത്യേക സമ്പ്രദായം ഗുരുശിഷ്യ സമ്പ്രദായത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഭാഗവത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന സത്സംഗങ്ങൾ ഉണ്ടാകുന്നത്. സത്സംഗങ്ങൾ. അപ്പോൾ ഈ സത്സംഗങ്ങൾ എന്ന് പറയുന്ന കുറേ ആൾക്കാർ കൂടി ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യുന്ന അത്തരത്തിലൊരു വിഷയം കൈകാര്യം ചെയ്യുന്നൊരു ഡിബേറ്റോ അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ അല്ല. അപ്പോൾ എല്ലാ തരത്തിലും സദ്ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അനുഭവവേദ്യമായിരിക്കുന്ന സംഗതികളെല്ലാം തന്നെ ചോദിക്കൊണ്ട് ശിഷ്യനെ ശക്തനാക്കുന്ന ഒരു ഗുരുമുഖത്ത് നിന്ന് വരുന്ന ആ വാക്കുകളെല്ലാം തന്നെ ഗ്രഹിച്ച് പടിപടിയായിട്ട് ഉയരുന്നൊരു ശിഷ്യനെ നമുക്കിവിടെ കാണാം. ആ കൂട്ടത്തിലാണ് ദേവഹൂതി, അക്കൂട്ടത്തിലാണ് വക്താവായിരിക്കുന്ന കപിലവാസുദേവനും. അദ്ദേഹത്തെ നമ്മൾ ഈ കപിലവാസുദേവനെ പരമഹംസനായിട്ട് ചിത്രീകരിക്കുമ്പോൾ അതിനപ്പുറം ഒരു പദവി അദ്ദേഹത്തിന് അലങ്കരിക്കാനില്ല. അദ്ദേഹം അമ്മയ്ക്ക് ഉപദേശം കൊടുത്തിട്ട് ഒടുവിലത്തെ അധ്യായം ഈ തൃതീയ സ്കന്ധത്തിൽ വരുമ്പോൾ അദ്ദേഹം തപസ്സിന് പോയി. അദ്ദേഹത്തിൻ്റെ തപസ്ഥലമെല്ലാം തന്നെ വാസ്തവത്തിൽ പിന്നാലെ നമ്മൾ കാണുന്നുണ്ട്. ഈ സകല ഭൂപതിമാരുടെ പിള്ളേരെല്ലാം തന്നെ ഇങ്ങനെ ചെന്ന് അവസാനം ഇദ്ദേഹം തപസ്സനുഷ്ഠിക്കുന്ന ഭാഗത്ത് വന്നപ്പോൾ കുതിരയെ പിടിച്ച് കെട്ടാൻ നടന്ന അവർക്ക് ഈ ഉറങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ധ്യാനനിഷ്ഠനായിരിക്കുന്ന കപിലവാസുദേവനിൽ സംശയം തോന്നിയിട്ട് ഉണർത്താൻ നോക്കിയതും ശാപഗ്രസ്തരായതും അപ്പോൾ ഒരു ചിരഞ്ജീവി ഭാവത്തിൽ ഒരിക്കലും നശിക്കാത്ത മരിക്കാത്ത രീതിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ കപിലവാസുദേവൻ ആരാണ്? ആത്മാവ് തന്നെ. അപ്പോൾ ഈ ആത്മാവ് എന്ന് പറയുന്ന ഏതൊരു സ്ഥിതിവിശേഷമാണോ, കേവലമായിരിക്കുന്ന ആത്മഭാവമാണോ നിരന്തരമായിട്ടുള്ളത്, അത്തരത്തിൽ സത്യമായിട്ടുള്ളത്, ശാശ്വതമായിട്ടുള്ളത്, സനാതനമായിട്ടുള്ളത്, ആ സ്വരൂപമാണ് ഹംസഭാവം. അപ്പോൾ ഈ ഹംസഭാവം എന്നിങ്ങനെ പ്രസംഗിച്ച് പോകുമ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ ആഹാര്യത, അതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും കട്ടിയായിട്ടുള്ള വളരെയേറെ ശ്രേഷ്ഠമായിരിക്കുന്ന പദവി നമുക്ക് പിടികിട്ടാതെ പോകുന്നുണ്ട്. പക്ഷേ മുൻപിലിരിക്കുന്ന ദേവഹൂതിക്ക് ഇതെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവൾ ദേവഹൂതിയാണ്. അവൾ ശരീരത്തെ വിസ്മരിച്ചുകൊണ്ട് സകലതും ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമർപ്പണത്തിൻ്റെ അങ്ങേറ്റത്തൊരവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീരത്നമാണ്. പ്രകൃതിയാണ്, അമ്മയാണ്, പക്ഷെ ഒപ്പം തന്നെ ജീവനാണ്. അപ്പോൾ തപ്തജീവൻ ഇവിടെ തപിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ മകനായിട്ട് ഇവനെ ജനിച്ച സാക്ഷാൽ ഈശ്വരൻ വാസുദേവൻ തന്നെ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് തപ്തജീവൻ, തപിക്കുന്ന ജീവൻ, തപസ്സനുഷ്ഠിക്കുന്ന ജീവൻ, അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ തന്നെ ഇങ്ങനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവന് ഇതെല്ലാം തന്നെ സുഗ്രാഹ്യമാണ്. പറഞ്ഞു കൊടുക്കുന്ന ആരാന്ന് ശ്രദ്ധിക്കുക, ഹംസമാണ്. പറഞ്ഞു കൊടുക്കുന്ന ഹംസം പരമഹംസമാണ്. കപിലവാസുദേവൻ എന്ന് പറയുന്ന ഈ ഹംസം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ആത്മാവിനെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏതൊരു ശരീരത്തെയാണോ വാസ്തവത്തിൽ നമ്മൾ തരണം ചെയ്തുകൊണ്ട് അതിനെ വിട്ടിട്ട് ഈ ആത്മഭാവത്തിലേക്ക് എത്തേണ്ടത്, അതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. ഒരു ചെറിയ കാര്യം ഡീവിയേറ്റ് ചെയ്തുകൊണ്ട്, അതായത് വിഷയങ്ങളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും തന്നെ പഞ്ചദശി പോലുള്ള കൃതികളിലൂടെ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഷഡ്ചക്ര ഭേദനവും പഞ്ചകോശങ്ങളെ മുറിക്കലും അറിഞ്ഞേ മതിയാവൂ. ഭാഗവത്തിലും അതിങ്ങനെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഷഡ്ചക്രങ്ങളെ ഭേദിക്കുന്ന രീതിയിൽ ഈ പറയുന്ന ദുന്ദുകാരിയുടെ കഥയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ? ഷഡ്ചക്രങ്ങളെ ഭേദിച്ച് കടന്നിങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ, ഏഴാമത്തെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ മസ്തിഷ്കത്തെ ഭേദിക്കുന്ന രീതിയിലേക്കും കടന്നു വരുന്നില്ലേ? അവൾ വിജ്ഞാനമയ കോശം എന്ന് പറയുന്ന അഞ്ചാമത്തെ കോശത്തെയും മുറിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. സ്ഥൂലമായിരിക്കുന്ന ശരീരത്തെ കീറി മുറിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പ്രാണമയമായിരിക്കുന്ന ഒരവസ്ഥയെയും തരണം ചെയ്ത് മനോമയമായിരിക്കുന്ന മൂന്നാമത്തെ അവസ്ഥയും കടന്ന് വിജ്ഞാനമയമായിരിക്കുന്ന നാലാമത്തെ അവസ്ഥ വരുമ്പോഴേക്കും നമ്മൾ വിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കേന്ദ്രമായിരിക്കുന്ന മസ്തിഷ്കത്തിലേക്ക് എത്തി. അതും ഭേദിച്ചിട്ട് ആനന്ദമയ കോശത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമായിട്ടും പറഞ്ഞു, ആനന്ദം വേണോ ശരീരം പോണം.
അപ്പോൾ ഈ ശരീരം ഉള്ളിടത്തോളം കാലം അവിദ്യാരൂപിയായിരിക്കുന്ന ആവരണം നമ്മെ എപ്പോഴും പീഡിപ്പിക്കും, പേടിപ്പിക്കും, നമുക്ക് തടസ്സം നിൽക്കും. അങ്ങനെയുള്ള ശരീരത്തെ അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചകോശങ്ങളെ മുറിക്കുക. ആ ശരീരത്തെ മുറിക്കുക എന്ന് പറഞ്ഞാൽ ഷഡ്ചക്രങ്ങളെ ഭേദിച്ച് അവസാനം സഹസ്രാരവും ഭേദിക്കുക. ദ്വന്ദ്വകാരി എന്ന് പറയുന്ന പ്രേതത്തിന് പോലും സാധിച്ചു, പിന്നെ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? അപ്പോൾ ഈ ഹംസപദവിയിലേക്ക് എത്തണമെങ്കിൽ ആത്മരൂപത്തിലേക്ക് എത്തണം. അതിൻ്റെ ആ സിംപ്ലിഫൈഡ് ആയിരിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ആത്മഭാവത്തിലേക്ക് എത്തണമെങ്കിൽ ശരീരത്തെ അതിക്രമിച്ചിട്ട് ആത്മഭാവത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനെന്ത് വേണം? പഞ്ചകോശങ്ങളെ മുറിക്കണം, ഷഡ്ചക്രങ്ങളെ ഭേദിക്കണം. എന്നിട്ടിങ്ങനെ പുറത്തേക്ക് കിടക്കണം, ശരീരം വിട്ട് പുറത്തേക്ക് വരണം. എന്നിട്ട് അവിടെ നിൽക്കാൻ പാടില്ല, ഒഴുകുകയാണ്. ഇങ്ങനെ വളരെ വേഗത്തിൽ ഇങ്ങനെ പോവുകയാണ് ഞാനെന്ന് പറയുന്ന ജീവൻ ഇങ്ങനെ പോവുകയാണ്, ഞാനെന്ന് പറയുന്ന ജീവാത്മാവ് ഇങ്ങനെ പോവുകയാണ്. കൂടെ പരമാത്മാവായിട്ടുള്ള കൃഷ്ണനുണ്ട്. ജീവാത്മാവായിരിക്കുന്ന അർജുനനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നിങ്ങളൊന്ന് കടന്നു വരിക, എന്നോടൊപ്പം തന്നെ നിങ്ങൾ എത്തിച്ചേരുക. ദശമസ്കന്ധത്തിലെ ഒടുവിലത്തെ ഭാഗത്തേക്ക് നരനായിരിക്കുന്ന ഈ അർജുനെയും കൂട്ടിക്കൊണ്ട് നാരായണനായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് ഷഡ്ചക്രങ്ങളെ ഭേദിച്ചു കഴിഞ്ഞു, പഞ്ചകോശങ്ങളെ മുറിച്ചു കഴിഞ്ഞു. ആനന്ദമയ കോശത്തേക്ക് അതിക്രമിച്ചുകൊണ്ട് ഇരുട്ടി വ്യാപിച്ചിരിക്കുന്ന ലോകാലോക പർവ്വതം ഇതെല്ലാം തന്നെ സുദർശനത്തിൻ്റെ സഹായത്തോടുകൂടി സമ്യക് ദർശനം, അതിലൂടെ കടന്ന് ചെല്ലുന്ന എന്താ യദ്ഗത്വാന നിവർത്തന്തേ എന്ന് പറയുന്ന കൈവല്യ പദവിയിലേക്കാണ്. ഇതാണ് ഈ പറയുന്ന പരമഹംസ പദവി. അപ്പോൾ ഈ പരമഹംസ പദവിയിലേക്ക് എത്താൻ തടസ്സമായിട്ടിരിക്കുന്ന ശരീരത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയോട്. അപ്പോൾ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്ന ഈ കപിലവാസുദേവൻ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി എന്തെല്ലാം കാര്യങ്ങളായി അറിഞ്ഞിട്ട് വേണം വാസ്തവത്തിൽ തരണം ചെയ്യാൻ ഈ പ്രപഞ്ചത്തെ, സംസാരത്തെ, ഇതിനെയെല്ലാം തന്നെ മുറിച്ചു കടക്കാനെന്ന് ഓരോരോ അധ്യായങ്ങളിലും പറയുന്നുണ്ട്. കടന്നു വരാം ഹംസത്തിലേക്ക്. അപ്പോൾ ഏതൊരു ഹംസം എന്ന് പറയുന്ന ആത്മസ്വരൂപമാണോ എന്നിലും നിങ്ങളിലുമുള്ളത്, ആ ആത്മസ്വരൂപത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമല്ലാതെ മറ്റ് യാതൊന്നും ഭാഗവതത്തിലില്ല. ഏതൊരു ആത്മസ്വരൂപത്തെയാണ് ഇവിടെ പരമഹംസ പദവിയിലേക്ക് എത്തിച്ചേർന്നൊരു ദിവ്യപുരുഷൻ, ഒരു അവതാരസ്വരൂപം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ആ പരമഹംസൻ പറഞ്ഞു കൊടുക്കുന്ന അമ്മയും ഹംസ പദവി അലങ്കരിക്കുക. ഇന്ന് നമ്മുടെ ഇടയിൽ ഈ പറയുന്ന സംസ്കാരം, നമ്മുടെ സംസ്കാരം ആധ്യാത്മിക സംസ്കാരം, അതെല്ലാം ആധ്യാത്മികത എന്ന് പറയുന്ന അനുഭവവേദ്യമാകേണ്ട സംഗതി. അതിനെപ്പറ്റി നമ്മൾ പ്രസംഗിക്കുമ്പോഴും ഈ സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല. നമ്മളെല്ലായ്പ്പോഴും ഹംസം എന്ന് പറയുന്ന ഭാവത്തിലേക്ക് വരുമ്പോൾ ജീവോ ബ്രഹ്മൈവനാപര എന്നിങ്ങനെ എഴുതി അത്തരത്തിൽ പറഞ്ഞു തന്നിട്ടുള്ള ആചാര്യസ്വാമികളെ നമ്മൾ വിസ്മരിക്കുകയാണ്. ജീവോ ബ്രഹ്മൈവനാപര. അപ്പോൾ ഏതൊരു ബ്രഹ്മത്തെയാണോ നമ്മളിങ്ങനെ തേടുന്ന, ഈശ്വരനെയാണോ, ആ ഈശ്വരൻ നീ തന്നെ, ഞാൻ തന്നെ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരാന്തർഗതമായിട്ട് കടന്നുകൂടിയിരിക്കുന്ന ജീവനെ ഉദ്ധരിക്കുന്ന രീതിയല്ലാതെ ഇവിടെ യാതൊന്നുമില്ല. അമ്മയെ ഉദ്ധരിക്കുകയാണ്. അമ്മ എന്ന് പറയുന്ന ഈ പറയുന്ന പ്രകൃതി, അഥവാ അമ്മയായതുകൊണ്ട് പ്രകൃതി, സ്ത്രീ ആയതുകൊണ്ട് പ്രകൃതി, പക്ഷേ ആ അമ്മയിൽ അന്തർലീനമായിട്ട് കിടക്കുന്ന ജീവനെയാണ് ഉദ്ധരിക്കുന്നത്. ഏതൊരു ജീവനെയും ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജന്മം. ഏതൊരു ജീവനും വാസ്തവത്തിൽ അധപ്പതിച്ചു വന്നപ്പോഴാണ് ജനിച്ചത്. അങ്ങനെ ജനിച്ചു വീണ ആ ജീവനെ, തലയെഴുക്കണം തോക്കെന്നെല്ലാം തന്നെ കുണ്ടലിനി വിദ്യയിൽ പറയുന്ന ജീവനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് പരമഹംസരും, അല്ലെങ്കിൽ പരമഹംസൻ എന്നുള്ള പദവിയിലെത്തിയ ഈ പറയുന്ന കപിലവാസുദേവൻ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് പറയുന്ന ഉപദേശങ്ങൾ കൊടുക്കുന്നത്. അവിടെയെല്ലാം തന്നെ ഹംസപദവി പരമഹംസനായതുകൊണ്ട് സോഹം എന്ന് പറയുന്ന മന്ത്രത്തിലൂടെ സ്വതസിദ്ധമായിട്ടുള്ള ഇൻഹറൻ്റ് ആയിരിക്കുന്ന, നമ്മൾ ജനിച്ച കാലം മുതൽ കൊണ്ടുകിടക്കുന്ന പരമഹംസം അല്ലെങ്കിൽ ഹംസത്തിൻ്റെ പദവി, ജീവൻ്റെ ആത്മസ്വരൂപം, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിലേക്കും ഭാവത്തിലേക്കും വരുമ്പോൾ ഉണർന്നുയർന്ന് കടന്നു കയറുന്ന ഞാൻ അവിടെ വാസ്തവത്തിൽ ത്രിഗുണാതീതമായി, ത്രികാലാതീതമായി, ജാഗ്രത സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥത്രയാതീതമായി, ഇങ്ങനെ എല്ലാത്തിനും അതീതമായിട്ട് ചെല്ലുമ്പോൾ കിട്ടുന്ന അനുഭൂതി, അത് ആസ്വദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ മോക്ഷം. ഒന്നുകൂടി കടന്ന് ചിന്തിക്കാനായിട്ട് ഈ അവസരം എല്ലാവരും ഉപയോഗിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി അമ്മയെ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ട് അമ്മയുടെ മുമ്പിലിരിക്കുന്ന ഈ പരമോസനായിരിക്കുന്ന കപിലവാസുദേവൻ അമ്മയുടെ ജീവനെ ഇങ്ങനെ തോണ്ടി, ഏതൊരു അമ്മയുടെയും മൂലാധാരം അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന അധോമുഖമായിട്ട് ഇങ്ങനെ കിടക്കുന്ന, അല്ലെങ്കിൽ മായയാൽ ആച്ഛാദിതമായിട്ട് സർപ്പത്താൽ ഇങ്ങനെ ആവൃതമായിട്ട് കിടക്കുന്ന ആ ജീവനെയാണ് ഇങ്ങനെ തട്ടി ഉയർത്തിക്കൊണ്ടുപോരുന്നത്. ഇത് തന്നെയാണ് പരീക്ഷത്തിലും ശുഖബ്രഹ്മം നടത്തി പോകുന്നത്. അപ്പോൾ ഈ ശുഖബ്രഹ്മം പരീക്ഷത്തിൽ ചെയ്യുന്നത് അമ്മയുടെ ആ സാന്നിധ്യത്തിൽ, അമ്മയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അമ്മയിലും പ്രവർത്തിപ്പിക്കുന്നത് ഈ പറയുന്ന പരമഹംസ പദവിയിലേക്കുള്ള മുന്നോട്ടുള്ള യാത്രയാണ്, മുകളിലേക്കുള്ള യാത്രയാണ്, ആരോഹണമാണ്.
സോഹം എന്ന് പറയുന്നത് ശിവപുരാണത്തിലാണ് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കടന്നു വന്നപ്പോൾ അതിഗംഭീരമായിട്ടുള്ള രീതി ഈ സോഹം മന്ത്രത്തിനുണ്ട്. സോഹം നമ്മളെപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ളൊരു മന്ത്രമാണ്. അതുകൊണ്ടാണ് ഗായത്രി അജപ ഗായത്രി. അറിയാതെ വീണ് കിട്ടിയതാണ്, ആരും തന്നെ ഉപദേഷ്ടാവായിട്ടില്ല. പക്ഷേ സ്വതസിദ്ധമായിട്ട് ജനിച്ച കാലം മുതൽ നമ്മുടെ ഉള്ളിൽ തട്ടി ഉണർന്നുകൊണ്ട് നമ്മൾ ജപിക്കുന്നു. പക്ഷേ നമുക്കറിയാതെ പോയി, കാരണം പിടികിട്ടുന്നില്ല. അത്തരത്തിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ഗായത്രി, അജപ ഗായത്രി, അത് വാസ്തവത്തിൽ ഹംസരൂപത്തിലേക്ക് വരുമ്പോൾ ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഈ സോഹം എന്ന് പറയുന്നതിനെ എപ്രകാരം ഹംസപദവിയിലേക്കാക്കാം? ഞാൻ അതാണ് എന്നിങ്ങനെ തറപ്പിച്ചുറപ്പിച്ചു പറയുന്നതല്ലേ ഈ സോഹം മന്ത്രം? ഞാൻ അതാണ് എന്ന് പറയുമ്പോൾ തത്വമസിയുടെ വ്യാഖ്യാനവും അല്ലെങ്കിൽ തത്വമസിയിലൂടെ കിട്ടുന്ന അനുഭൂതിയുമല്ലേ? തത്വമസി എന്ന് പറയുന്ന മഹാവാക്യത്തിലൂടെ ഞാൻ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയുന്നതല്ലേ സോഹം? ഞാൻ അതാണ് എന്നിങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള ശേഷി ഉണ്ടാക്കലല്ലേ ഭാഗവത്തിൻ്റെ ലക്ഷ്യം? അങ്ങനെ ഞാൻ അതാണെന്നിങ്ങനെ പറഞ്ഞ് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ അവിടെ സോഹം എന്ന് പറയുന്ന മന്ത്രത്തിൽ എല്ലാ തരത്തിലും ശിവപുരാണമാണ് വാസ്തവത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കിട്ടുന്നത്. അവിടെ സായും ഹായും എന്ന് പറയുന്ന രണ്ടക്ഷരങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചേ മതിയാവും. കാരണം അവ വ്യഞ്ജനാക്ഷരങ്ങളാണ്. വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം നിർജീവങ്ങളായതുകൊണ്ട്, ചൈതന്യരഹിതങ്ങളായതുകൊണ്ട്, ശവാക്ഷരങ്ങൾ എന്നുള്ള രീതിയിൽ, മൃതാക്ഷരങ്ങൾ എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നത് കൊണ്ട് അവയെ തോണ്ടിക്കളയുക എന്ന് പറയുന്നൊരു സമ്പ്രദായത്തിൽ സോഹത്തിലെ സായും ഹായും അടർത്തിക്കളഞ്ഞാൽ കിട്ടുന്ന ഓംകാരം അതിലേക്ക് നയിക്കുകയാണ് ഈ പറയുന്ന സോഹം പദവി. അപ്പോൾ ഹംസപദവി എന്ന് പറയുന്നത് ഓങ്കാരത്തിലൂടെ, ഓങ്കാര ജപത്തിലൂടെ, ധ്യാനത്തിലൂടെ, യോഗത്തിലൂടെ, സോഹമെന്ന് പറയുന്ന അജപ ഗായത്രിയിലൂടെ, അതിലൂടെ കടന്ന് നമ്മൾ ചെല്ലുന്ന ഈ പ്രണവത്തിലൂടെ, പ്രപഞ്ചത്തിൻ്റെ സത്തയിലൂടെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിത്യാദികൾക്ക് കാരണമായിരിക്കുന്ന ആ പരബ്രഹ്മവാചകത്തിലൂടെ സാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്രക്സ്. വളരെ സിംപ്ലിഫൈ ചെയ്തു, പക്ഷേ കാര്യം ക്ലിഷ്ടസാധ്യമാണ്. നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ടി അതും ഇതും എല്ലാം തന്നെ ജപിച്ചുകൊണ്ട് ആ മന്ത്രം ഈ മന്ത്രം ഇങ്ങനെ പല പല മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് കാലം കഴിച്ചു കൂട്ടുമ്പോഴും എഴുത്തച്ഛൻ പാടിയ പോലെ കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ സമ്പാദിക്കാമെന്നുള്ള മട്ടിലല്ലാതെ ഒരു ഊരാക്കുടുക്കിൽപ്പെട്ടിട്ട് എട്ടുകാലി തൻ്റെ വലയുണ്ടാക്കുന്ന പോലെ ഒരു വലയുണ്ടാക്കി വച്ച് അതിൽ തന്നെ കുടുങ്ങിക്കിടന്നുകൊണ്ട് രക്ഷപ്പെടാൻ പാടുപെടുന്ന പോലെയുള്ളൊരു ജീവിതമാണ് നമുക്ക്. കാരണം എന്താ? നമ്മൾ ഈ പറയുന്ന ആധ്യാത്മികത എന്നുള്ള പേരും പറഞ്ഞ് പല പലതരത്തിലുള്ള കർമ്മങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അങ്ങനെ വ്യത്യസ്തങ്ങളായുള്ള മന്ത്രങ്ങളും അതിലൂടെയുള്ള ഫലപ്രാപ്തിയും അതെല്ലാം തന്നെ വാസ്തവത്തിൽ ശാശ്വതമല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പറയാം, അതെല്ലാം തന്നെ എല്ലാ തരത്തിലും സ്വാർത്ഥമായ സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ നിസ്സാരമായിട്ടുള്ള പ്രാപഞ്ചിക സുഖത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുള്ള ത്രാണനം എന്ന് പറയുന്ന മനനാൽ ത്രായതേതി മന്ത്ര എന്ന് പറയുന്ന ത്രാണനം ലഭിക്കുന്നില്ല. ത്രാണനം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ്. ഇവിടെ രക്ഷ എന്ന് പറയുന്ന എല്ലാവരും കരുതും ശരീരത്തെ രക്ഷിക്കലാണ് എന്ന്. പക്ഷേ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള രക്ഷയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള നഗ്നസത്യം ആധ്യാത്മികമായിട്ടുള്ള ചിന്ത വച്ച് പുലർത്തുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടാം? സംസാരസാഗരേ മഗ്നം ദീനമ്മം കരുണാനിധേ കർമ്മഗ്രഹ ഗ്രഹീതാംഗമ്മ ഉദ്ധര ഭവാർണവാ എന്ന് നമ്മൾ ജപിച്ചുകൊണ്ട് ഭാഗവതം എടുക്കാൻ ഇങ്ങനെ തുനിയുമ്പോൾ ആ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന എന്താ? ഈ സംസാരത്തിൽപ്പെട്ട് ഉഴലാൻ കാരണം ഈ ശരീരമാണ്. ശരീരമാണ് കർമ്മത്തിന് ഹേതു. ശരീരമാദ്യം ധർമ്മസാധനം എന്ന് പറഞ്ഞാലും കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു ഉപകരണമാണിത്. അങ്ങനെ കർമ്മത്തിന് ഹേതുവായിരിക്കുന്ന, കാരണക്കാരനായിരിക്കുന്ന ഈ ശരീരത്തെ പലപ്പോഴും പിടിച്ചു വലിച്ച് ഈ പറയുന്ന സമുദ്രത്തിലേക്ക്, സംസാര സമുദ്രത്തിലേക്ക് താഴ്ത്തുന്നത് കർമ്മങ്ങളാണ് എന്ന് വ്യക്തമല്ലേ ആ പ്രാർത്ഥനയിലൂടെ? അപ്പോൾ എല്ലാ തരത്തിലും കർമ്മങ്ങളോട് ബദ്ധമായിട്ടുള്ള ഈ ശരീരവും ശരീരത്തിൽ അന്തർഭവിച്ച് കിടക്കുന്ന ജീവനെ പിടികിട്ടാൻ പറ്റാത്ത രീതിയിൽ ആവൃതമാക്കി അല്ലെങ്കിൽ ആവരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തെ അതിൽ നിന്നുള്ള രക്ഷയല്ലാതെ ആ മന്ത്രത്തിലും എന്താണ് വാസ്തവത്തിൽ അർത്ഥവത്തായിട്ടുള്ളത്? സംസാരസാഗരേ മഗ്നം ശരീരമുള്ളത് കൊണ്ട്, ദീനമ്മം കരുണാനിധേ ഞാൻ ദീനനായത് ഈ ശരീരമുള്ളത് കൊണ്ട്, കർമ്മഗ്രഹഗ്രഹീതാംഗം എനിക്ക് അംഗമുള്ളത് കൊണ്ട്, ശരീരമുള്ളത് കൊണ്ട് കർമ്മം ഗ്രഹിക്കുന്നു. അങ്ങനെ അത്തരത്തിൽ കർമ്മരൂപിയായിരിക്കുന്ന നക്ര എന്നെ ഗ്രസിക്കുന്നു. അതെല്ലാം തന്നെ സംസാരമെന്ന് പറയുന്ന പ്രപഞ്ചത്തിലേക്ക് വലിച്ചഴയ്ക്കുന്നു. വീണ്ടും ജനിക്കാനുള്ള പ്രേരണയുണ്ടാകുന്നു. അങ്ങനെ ജനിക്കുന്നു, മരിക്കുന്നു. ഇതെല്ലാം തന്നെ ശരീരത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ലേ? ആ രീതിയിൽ ഭാഗവത്തെ നമ്മൾ സമീപിക്കുമ്പോൾ കപിലവാസുദേവൻ്റെ ഗീത അമ്മ ദേവഹൂതിക്ക് കൊടുക്കുന്ന ഉപദേശം ഒന്നുകൂടി സുഗ്രാഹ്യമാകും. അപ്പോൾ എല്ലാ തരത്തിലും ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ള മോക്ഷം
അത് നേടാൻ വേണ്ടിയിട്ട് ഈ ശരീരം കൊണ്ടുണ്ടായ സംസാരത്തിൽ നിന്നുള്ള രക്ഷയല്ലാതെ ത്രാണനം എന്ന് പറയുന്ന സംഗതി വേറെ രീതിയിൽ ചിന്തിക്കരുത്. മനനാൽ ത്രായതേ ഇത് മന്ത്രം മനനം ചെയ്യാൻ മനസ്സ് വേണം. മനസ്സുള്ള ഒരു മനുഷ്യ ശരീരം നമുക്ക് കിട്ടി. ആ മനസ്സ് വെച്ചുകൊണ്ട് നമ്മൾ മനനം ചെയ്യുന്നുണ്ട്, മന്ത്രങ്ങൾ ഗ്രഹിക്കുന്നുണ്ട്, ജപിക്കുന്നുണ്ട്. പക്ഷെ ത്രാണനം എന്ന് പറയുന്ന രീതിയിലേക്ക് വരാതെ വീണ്ടും ബദ്ധമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി മുക്തമായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കാത്ത ഗതികേട് വരുന്നില്ല. എന്തേ കാരണം? അവിടെയും ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതൊരു മന്ത്രം ജപിക്കുമ്പോഴും പ്രത്യക്ഷ കൃഷ്ണനായിരിക്കുന്ന, പ്രത്യക്ഷത്തിൽ കൃഷ്ണനായിരിക്കുന്ന ഭഗവാന്റെ വാങ്മയീ മൂർത്തി എന്ന് പറയുന്ന ഭാഗവത്തെ ഞാൻ സ്വീകരിച്ചു. എന്നിട്ടും എന്തേ ഈ പറയുന്ന ശരീരത്തെ തന്നെ പുൽകിക്കൊണ്ട് ആശ്ലേഷിച്ചുകൊണ്ട് ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആത്മഭാവത്തെ സ്വീകരിക്കാൻ തയ്യാറാകാതെ എന്തേ വീണ്ടും നമ്മളിങ്ങനെ താഴത്തേക്ക് പോകുന്നത്? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി സ്വീകൃതോസ്യമയാനാഥ മുക്തി അർത്ഥം. അവിടെയും മോചനം എന്ന് പറയുന്ന ത്രാണനമല്ലേ? അപ്പോൾ എല്ലാ തരത്തിലും മുക്തിയായാലും മോക്ഷമായാലും മോചനമായാലും അതെല്ലാം തന്നെ ലക്ഷ്യമിടുന്ന ശരീരമെന്ന് പറയുന്ന പ്രപഞ്ചത്തിൽ നിന്ന്, ശരീരമെന്ന് പറയുന്ന സംസാരത്തിൽ നിന്ന്, ശരീരമെന്ന് പറയുന്ന അവിദ്യയിൽ നിന്ന്, ശരീരമെന്ന് പറയുന്ന അജ്ഞാനത്തിൽ നിന്ന്, അതിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പോക്കല്ലാതെ മറ്റു വല്ലതുകൊണ്ടോ അതിനെന്ത് വേണം? ഹംസപദവി അലങ്കരിക്കുക. ഒന്നുകൂടി കടന്നിട്ട് കൂടുതൽ ചിന്തിച്ചാലോ? ഇവിടെ ഹംസപദവി അലങ്കരിക്കാനായിട്ട് അവതാര സ്വരൂപം തന്നെ വരേണ്ടി വന്നു. ഈശ്വരൻ്റെ അവതാര സ്വരൂപം ഹംസപദവി അലങ്കരിക്കുന്ന ഒരു ഗുരുസ്വരൂപമായിട്ട് നമുക്ക് കിട്ടി ദേവഹൂതി അമ്മയുടെ മുമ്പിലാണ് എങ്കിൽ പോലും. അപ്പോൾ അമ്മയുടെ മുമ്പിൽ കിട്ടിയ ഈശ്വരസ്വരൂപം ഗുരുതുല്യനായിരിക്കുന്ന, ഗുരുവായിരിക്കുന്ന ഈ കപിലവാസുദേവൻ, അദ്ദേഹം ഹംസരൂപമായതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ആത്മസ്വരൂപനായതുകൊണ്ട് എങ്ങനെ ആത്മസ്വരൂപത്തെ ആർജിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോരോ അധ്യായങ്ങളും നമ്മൾ മുറിച്ച് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇതാണ്. ശരീരത്തെ മുറിക്കുക, കീറി മുറിക്കുക, ഷഡ്ചക്രങ്ങളെ ഭേദിക്കുക, പഞ്ചകോശങ്ങളെയെല്ലാം തന്നെ അതിക്രമിക്കുക, ആത്മജ്ഞാനത്തിലേക്ക് കിടക്കുക, ശരീരത്തിൽ നിന്ന് വിടുതൽ വാങ്ങുക. എന്നിട്ടിങ്ങനെ ആ ലോകാലോക പർവ്വതത്തേക്ക് താണ്ടിക്കൊണ്ട് യജ്ഞത്വാനും നിവർത്തന്തേ എന്ന് പറയുന്ന ആത്മഭാവത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് തിരിച്ചു വരാതിരിക്കാം എന്നുള്ളതല്ലേ? ആത്മഭാവത്തിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല. അതാണ് വൈകുണ്ഠം. യദ്ഗത്വാ ന നിവർത്തന്തേ. ഈ ആത്മഭാവത്തിലെത്താതെ വികൃതമായിരിക്കുന്ന പ്രപഞ്ചത്തെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് മൂർത്തിഭേദങ്ങളെയെല്ലാം തന്നെ ആരാധിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ പ്രത്യേകതകളെല്ലാം തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും ഈ സംസാരത്തിൽ കെട്ടിക്കിടക്കുക, യാതൊരു സംശയമില്ല. നിങ്ങൾക്കെല്ലാവർക്കും സന്താനഗോപാലൻ കഥ വായിച്ച് രസിക്കാൻ തോന്നും. അതിസുന്ദരമായിരിക്കുന്ന കഥാഗോളത്തിൽ നരനും നാരായണനും കൂടി യജ്ഞത്വാന നിവർത്തന്തേ എന്ന് പറയുന്ന ആ വൈകുണ്ഠത്തിലേക്ക് എത്തിയിട്ട് എന്തേ തിരിച്ചു പോകുന്നത്? അവരിലടങ്ങിയിരിക്കുന്ന വാസന വീണ്ടും ജനിക്കാനാണ്. അവരിലടങ്ങിയിരിക്കുന്ന വാസന ഈ ബ്രാഹ്മണൻ്റെ 10 കുട്ടികളെ പുറക്കിക്കൊണ്ട് വീണ്ടും തിരിച്ച് സംസാരത്തിലേക്ക് വരാനാണ്. അപ്പോൾ ഇത്തരത്തിൽ തിരിച്ചുള്ള വരവ് കാക്ഷിച്ചു കൊണ്ട് പോകുന്ന അവർക്ക് തിരിച്ചു വരാൻ നിവൃത്തിയില്ല. നേരെ മറിച്ച് തിരിച്ചു വരേണ്ട ഒരു ഗതികേട് വരുന്നില്ല. അവിടെ ചെന്നില്ലേ? അവിടെ എങ്ങനെ ചെന്നു എന്നുള്ളത് ദശമസ്കന്ധത്തിൻ്റെ അവസാനത്തിൽ പ്രതിപാദിക്കുന്ന ഭാഗവതത്തിലെ ആ പ്രതിപാദ്യങ്ങളായിട്ടുള്ള അവതാര സ്വരൂപങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം കപിലാവതാരമാണ്. കപിലാവതാരം ഹംസാവതാരമാണ്. ഹംസാവതാരം ഏകാദശസ്കന്ധത്തിൽ വരുമ്പോൾ കൂട്ടിയണക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മളിലുള്ള ഹംസത്തെ കാണുന്നവരേക്കും നമ്മൾ ആരും തന്നെ മോചിതരല്ല. നമ്മളിലുള്ള ഹംസഭാവം എന്ന് പറഞ്ഞാൽ ആത്മഭാവം എന്ന് പറഞ്ഞാൽ ജീവോ ബ്രഹ്മൈവനാപര എന്ന് ആചാര്യസ്വാമികൾ പാടിത്തന്നത് തന്നെ. നമ്മൾ എന്തൊക്കെ വേഷം കെട്ടിയാലും, വെളുത്ത വേഷമായാലും കാഷായ വേഷമായാലും ഇതര വേഷങ്ങളായാലും ഓരോരോ ആനന്ദ പദവി എന്ന് പറയുന്ന പദങ്ങളെല്ലാം തന്നെ പ്രയോഗിച്ചുകൊണ്ട് വാലും അല്ലെങ്കിൽ പൊടിപ്പും തൊങ്ങലും എല്ലാം തന്നെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോഴും ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് ധരിക്കണം. നമ്മൾ ഹംസം അല്ലെങ്കിൽ ഹംസമാണ്, ജീവൻ ബ്രഹ്മം തന്നെയാണ്, ആത്മഭാവമാണ് എന്ന് പറയുന്ന നഗ്നസത്യത്തെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇവിടെ ദേവഹൂതിക്ക് കപിലവാസുദേവൻ. വളരെ സുന്ദരമായിരിക്കുന്ന പ്രതിപാദ്യ വിഷയമാണ്. എന്തിന്? ഇതുമാത്രമല്ല, വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഇന്ന് എല്ലാവരും തന്നെ ഇങ്ങനെ തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് കിടക്കുന്ന ലളിതാ സഹസ്രനാമത്തിലും അവിടെയും ഇവിടെയുമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ മന്ത്രങ്ങളിലൂടെ കടന്നു കയറുന്ന പക്ഷം, മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥിയെ ഭേദിക്കുന്ന പക്ഷം, മണിപൂരാന്തരിത വിഷ്ണുഗ്രന്ഥിയെ നിങ്ങൾ ഛേദിക്കുന്ന പക്ഷം, ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥിയെ നിങ്ങൾ ഭേദിക്കുന്ന പക്ഷം, സഹസ്രാരംബുജാരൂഢ സുധാ സാരാഭിവർഷിണി നിങ്ങൾ സാധിക്കുന്ന പക്ഷം, ഈ ഭാഗവതത്തിൻ്റെ രീതി തന്നെ. ഭാഗവതത്തിൻ്റെ ഏത് രീതിയാണോ വാസ്തവത്തിൽ ആ ദുന്ദുകാരിയുടെ പ്രേതം അല്ലെങ്കിൽ ദുന്ദുകാരി എന്ന് പറയുന്ന പ്രേതം സാധിച്ചെടുത്ത അതേ രീതി തന്നെ.
അങ്ങനെ ഉണർന്നും ഉയർന്നും മുറിച്ചും മറിച്ചും എല്ലാത്തരത്തിൽ ഓവർകം ചെയ്ത് അതിക്രമിച്ച് കടന്നു പോകുന്ന ഈ ജീവൻ, ശരീരത്തെ അതിക്രമിക്കുന്ന ആ വാക്കാണ് ഏറ്റവും നല്ലത്. ശരീരത്തെ അതിക്രമിക്കുക, ശരീരത്തിലെ വിഷയവാസനകളെയെല്ലാം തന്നെ അതിക്രമിക്കുക, പഞ്ചേന്ദ്രിയങ്ങളെയും ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്ന സപ്തധാതുക്കളെയും, ഏതായാലും ഈ പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു പതിപ്പായിരിക്കുന്ന പിണ്ടാണ്ടത്തെ അതപ്പാടെ നമ്മൾ ഛേദിച്ച് അതിനെയെല്ലാം തന്നെ അതിക്രമിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ബ്രഹ്മാണ്ടത്തെയും ഭേദിക്കും. ബ്രഹ്മാണ്ടം പിണ്ടാണ്ടം ഒന്നിൻ്റെ ശരിപ്പകർപ്പ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ശരീരത്തെ ഇട്ട് തന്നിരിക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണ്. ബ്രഹ്മാണ്ടത്തെ മുറിച്ചുകൊണ്ട് സാക്ഷാൽ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ട്, ബ്രഹ്മമെന്ന് പറയുന്ന ഈശ്വരഭാവത്തെ ആത്മഭാവത്തെ ആർജിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് തന്നിരിക്കുന്ന ചെറിയ പതിപ്പായിരിക്കുന്ന ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ പിണ്ടാണ്ടത്തെ അതിലടങ്ങിയിരിക്കുന്ന വ്യത്യസ്ത ഭാഗങ്ങളെയെല്ലാം തന്നെ അതിക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇതിൽ കവിഞ്ഞ് യാതൊന്നും ഭാഗവത്തിലുമില്ല, ഇതര പുരാണങ്ങളിലുമില്ല. നമ്മുടെ വിദ്യ എന്ന് പറയുന്ന നമ്മുടെ സമ്പ്രദായത്തിൽ ശാശ്വതമായിരിക്കുന്ന നമ്മുടെ സനാതന സംസ്കാരത്തിലെ സമ്പ്രദായത്തിൽ അതുമാത്രമേ ഉള്ളൂ. ഇത് പഠിക്കില്ല, പറയില്ല, അറിയില്ല, അറിയാൻ ആഗ്രഹവുമില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ തമ്മിൽ തല്ലി തലകേറി അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് വികൃതമായിരിക്കുന്ന വിമർശനങ്ങൾ നടത്തി പോകുന്നതല്ലാതെ കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നില്ല എന്ന് ഞാനിത് ശക്തമായിട്ട് പറയാൻ കാരണം ഈ കപിലോപദേശം ഒരു ഹംസ പദവിയിലെത്തിയ ഒരു മഹാനുഭാവൻ്റെ അല്ലെങ്കിൽ ഒരു അവതാര സ്വരൂപൻ്റെ പ്രതിപാദനമാണ് എന്ന് വരുമ്പോൾ അവിടെ നമ്മളെല്ലാവരും അദ്ദേഹത്തെ കണ്ടു പഠിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചിട്ട് അമ്മയ്ക്ക് മോക്ഷം കിട്ടിയെങ്കിൽ, അമ്മ എന്ന് പറയുന്ന ജീവന് മോക്ഷം കിട്ടിയെങ്കിൽ എല്ലാവരെയും നമ്മൾ ജീവനായി കണ്ടുകൊണ്ട്, ഒന്നുകൂടി ശ്രദ്ധിക്കുക, ദേവഹൂതി എന്ന് പറയുന്ന അമ്മ ജീവൻ, വേറെ രീതിയിലല്ല, ഇതൊരു മറ്റൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന പക്ഷം ദേവഹൂതി എന്ന് പറയുന്ന തപ്തജീവൻ അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി കൊതിക്കുന്ന ജീവൻ, അതുപോലെ മോക്ഷത്തിന് വേണ്ടി കൊതിച്ച മറ്റൊരു ജീവനല്ലേ കർദമ പ്രജാപതി. കർദമ പ്രജാപതി ഇങ്ങനെ തപസ്സനിട്ടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഈ ബ്രഹ്മദേവനെല്ലാം തന്നെ വന്ന് അനുഗ്രഹിക്കാനോ അല്ലെങ്കിൽ സ്വയംഭൂമതി എന്ന് തൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടാനും ഒക്കെ വന്നത് അതും മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രകൃതിയെ അതിജീവിക്കാൻ വേണ്ടി പ്രകൃതിയെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ കർദമ പ്രജാപതി ശബദമങ്ങളെ കൊണ്ട് സാധിച്ചതിൻ്റെ തപസ്സിൻ്റെ സാഫല്യം നേടാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടിയെ ഉൽപ്പാദിപ്പിച്ചത്. എന്തിന്? ഈശ്വരനെ അവതരിപ്പിച്ചു. നല്ലപോലെ ചിന്തിക്കുക. അപ്പോൾ ഈശ്വരനെ അവിടെ അവതരിപ്പിക്കുകയാണ്, ഹംസത്തെ അവതരിപ്പിക്കുകയാണ്. പരമഹംസ പദവിയിലേക്ക് അദ്ദേഹവും എത്തിയിട്ടാണ് ഈ അവതരിപ്പിക്കാൻ കഴിവില്ലാത്തൊരവതാരകനായിട്ട് ഇരുന്നിട്ട് ഭാഗവത്തിൽ ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. നല്ലൊരു അവതാരകനാകുമ്പോൾ ഈ 3 കഥാപാത്രങ്ങളെ തൃതീയ സ്കന്ധത്തിലെ അതിശ്രേഷ്ഠ പ്രജാപതിയായിരിക്കുന്ന കർദമ പ്രജാപതിയെ അവതരിപ്പിച്ചേ മതിയാവൂ. അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള തപസ്, വിഷ്ണു എന്ന് പറയുന്ന ഈശ്വരൻ്റെ ദർശനം, അദ്ദേഹത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചൈതന്യം, ഈ പറയുന്ന കല്യാണം കഴിച്ച് വിവാഹം കഴിച്ച ദേവഹൂതി എന്ന് പറയുന്ന ധർമ്മപത്നിയിലൂടെ ആ ബീജത്തിലൂടെ കടന്നു വന്ന് ഈശ്വരൻ ഇങ്ങനെ തള്ളിപ്പുറത്തേക്ക് പോരുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരനെ അവതരിപ്പിക്കലാണ് ജീവൻ്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു. ഏതൊരു ഈശ്വരനെയാണോ കപിലവാസുദേവനായിട്ട് കർദമ പ്രജാപതി അവതരിപ്പിച്ചത്, അതിനൊരു ഉപാധിയായിട്ട് ഉപകരണമായിട്ട് ഒരു പാത്രമായിട്ട് ദേവഹൂതിയും വന്നു. ദേവഹൂതിക്കും തോന്നി എനിക്കും വേണം മോചനം. ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. ദേവഹൂതിയിൽ ഉൽപ്പാദനം കഴിഞ്ഞിട്ട് ഈ പറയുന്ന 9 പെൺകുട്ടികളെ ജനിപ്പിച്ചതിന് ശേഷം 10ാമത് സാക്ഷാൽ ഈശ്വരനെ പോലും അവിടെ അവതരിപ്പിച്ചിട്ട് അദ്ദേഹം കൊണ്ടുപോയി. അദ്ദേഹം തപസ്സിന് പോയി. അദ്ദേഹം തപസ്സിന് പോയത് സാഫല്യം എന്ന് പറയുന്നത് അടയാൻ വേണ്ടി പോയി എന്നുള്ള രീതിയിലാണ്. ഞാനിവിടെ ഈ ഇങ്ങനെ ചടഞ്ഞുകൂടി കിടന്നുകൊണ്ട് കുറേ പെൺമക്കളും അവരെല്ലാം വിവാഹം കഴിപ്പിച്ച് ഒരു മകനും ജനിച്ചിട്ട് അത്തരത്തിലുള്ള സംസാരത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ ത്യജിക്കുന്നൊരു കഥാപാത്രത്തെ നമുക്ക് കർദമ പ്രജാപതിയിൽ കാണാം. ശമതമങ്ങൾ ശീലിച്ചതുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് ത്യജിക്കുകയാണ് ഈ പ്രപഞ്ചത്തെ ത്യജിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഭാര്യയെ വിട്ട് ദാരേഷണ പോയി, പുത്രനെ വിട്ട് പുത്രേഷണ പോയി, അങ്ങനെ പുത്രേഷണയും ദാരേഷണയും പോയി എങ്കിൽ പിന്നെ അർത്ഥേഷണയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. അങ്ങനെ ഏഷണത്രയങ്ങളെയെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് മുക്തമായിരിക്കുന്ന ഒരു ജീവൻ കർദമ പ്രജാപതിയിൽ കാണാം. അതുതന്നെയല്ലേ ദേവഹൂതി എന്ന് പറയുന്ന ജീവനും ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അത് തന്നെയല്ലേ അവതാര സ്വരൂപമായിട്ട് വർണ്ണിക്കുന്ന കപിലവാസുദേവനും അവതരിപ്പിച്ചു തരുന്നത്. ചിന്തിക്കുക. ഇവിടെ 3ആയിട്ട് നിൽക്കുന്നതിനെ നമുക്ക് ഒന്നിപ്പിക്കാനായിട്ടൊരു ശ്രമം നടത്തി നോക്കാം. അതിനാണ് വളരെയേറെ നന്ദി നമ്മളിങ്ങനെ പറയുക. ആരോടാണെന്നറിയാമോ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനോടാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനോട് നന്ദി പറയാൻ എന്തേ കാരണമെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശൻ്റെ കാരുണ്യത്താൽ കേവലം ഒന്നായി കണ്ടേൻ, അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങളൊന്നുമേ കാണാനില്ല, ഞാനൊഴിഞ്ഞൊരിടത്തു എന്ന് പറയാൻ മറ്റുള്ള ആർക്കും തന്നെ തോന്നിയില്ല. മലയാളിയായിട്ടുള്ള ഗന്ധർവന്മാരിൽ ഒരുത്തനായിട്ട് ഇങ്ങനെ മനുഷ്യനായിട്ട് ജനിച്ചു എന്ന് പറയുന്ന ശൂദ്രശ്രീയിൽ ജനിച്ചു എന്ന് പറയുന്ന ആ മാനുഷിക സ്വരൂപം
അല്ലെങ്കിൽ അതിമാനുഷ്യനായിരിക്കുന്ന ഈ പറയുന്ന തുഞ്ചത്തിരാമാനുജൻ എഴുത്തച്ഛൻ തുടക്കത്തിലെ തന്നെ കിട്ടുകയെന്നില്ലേ? അതാണ് ഇവിടെയും സംഭവിച്ചത്. ഈശ്വരനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന കപിലവാസുദേവനായിട്ട് ഇവിടെ അവതരിച്ചു. ഇനി കർദമ പ്രജാപതി എന്ന് പറയുന്ന ദേശീയൻ ഗുരു ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരായിട്ടോ ആണെങ്കിലും പറഞ്ഞോളൂ, ഞാനായിട്ടോ, ഇനി ഞാനായിട്ട് മാറുന്ന ഈ പറയുന്ന ദേവഹൂതി ആയാലും എടുത്തു നോക്കോ, ഞാനായാലും ഈ ഈശ്വരനായാലും ഗുരു ആയാലും ഇതൊക്കെ എല്ലാം കൂടി ഒന്നായി എന്ന്. അപ്പോൾ ഈ ദേവഹൂതി പോയി, കർദമ പ്രജാപതി പോയി, കപിലവാസുദേവനും പോയി, മൂന്നും പോയി ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ തിരോധാനം ചെയ്യുന്നുണ്ട്. തിരോധാനം ചെയ്തേ മതിയാവും. അല്ലാതെ ഇത് PhDക്ക് വേണ്ടി തീസിസ് സമർപ്പിച്ചുകൊണ്ട് PhD വാങ്ങിയിട്ട് തലക്കെട്ടും കെട്ടിക്കൊണ്ട് നടക്കുന്ന രീതിയിലേക്ക് പോകാൻ ഭാഗവതം ഉദ്ദേശിച്ചിട്ടില്ല. ആചാര്യന്മാരിലെല്ലാം തന്നെ കഥാകോളങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാനല്ല. അത് വിട്ടിട്ട് എല്ലാം തന്നെ ഒന്നായിട്ട് തീരുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് സമത്വം അനിവാര്യമാണ് എന്ന് പറയുന്ന കപില വാസുദേവൻ്റെ പ്രതിപാദനം ഇവിടെയും കാണാം. സമത്വം അനിവാര്യമാണ്. സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കുക, അവിടെ വാസ്തവത്തിൽ വിഭിന്നമായിട്ടുള്ള യാതൊന്നുമില്ല എന്ന്. പ്രപഞ്ചത്തിൽ കാണുന്ന സകല ജീവജാലങ്ങളും മാത്രമല്ല, അവിടെ ഈശ്വരനുമായിട്ടും സമമായിട്ടുള്ളൊരവസ്ഥയാണ്. അന്നേരമാണ് മായാമയമായുള്ള ബഹുത്വങ്ങൾ ഒന്നുമേ കാണുവാനില്ല, ഞാനൊഴിഞ്ഞൊരിടത്തും സമമായി സമത്വം യോഗമുച്യത്തെ. അപ്പോൾ എല്ലാ തരത്തിലും സമമായിട്ട് തീരാനുള്ളൊരു പ്രത്യേക പ്രയത്നം നമ്മൾ ഈ കഥയിലും കാണുന്നുണ്ട്. അതും വാസ്തവത്തിൽ കപിലോപദേശത്തിലെ ഏറ്റവും സാരവത്തായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഈ കപിലവാസുദേവൻ പറഞ്ഞു കൊടുക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ ഭാഗങ്ങൾ, യോഗ നിരൂപണമായാലും ധ്യാന നിരൂപണമായാലും ഭക്തിയുടെ വ്യത്യസ്ത ഭാവങ്ങളായാലും കർമ്മമായാലും, അപ്പോൾ ഇതെല്ലാം തന്നെ പ്രതിപാദിച്ചുകൊണ്ട് ഇതെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ആവശ്യമാണ്. ഒരു ചെറിയ കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. കുരുക്ഷേത്ര യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നരനായിരിക്കുന്ന അർജുനനും ഈ കൃഷ്ണൻ എന്ന് പറയുന്ന നാരായണനും സമയം കണ്ടെത്തിയില്ലേ? എന്തിനാത്? 18 അധ്യായങ്ങളുള്ള മഹാഭാരതത്തിലെ അതിശ്രദ്ധേയങ്ങളായിട്ടുള്ള 18 അധ്യായങ്ങൾ ഭഗവത്ഗീത എന്നുള്ള പേരിൽ പ്രചാരം സിദ്ധിച്ചിരിക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചത് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കുരുക്ഷേത്ര യുദ്ധമധ്യത്തിലാണ്. നമ്മളെല്ലാവരും തന്നെ യുദ്ധമധ്യത്തിലാണ്. ജനിച്ചു വീണ ജീവൻ ശരീരവും പേരിക്കൊണ്ട് നടക്കുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. ജീവിതയുദ്ധം, ജീവിത സമരം. നമ്മളെല്ലാവരും തന്നെ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവിടെ നരനുണ്ട്, നാരായണനുണ്ട്. അപ്പോൾ ഈശ്വരനും താനും എന്ന് പറയുന്ന രണ്ടുപേരും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ വ്യത്യസ്ത യോഗങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്ന അതിസുന്ദരമായിരിക്കുന്ന ഭഗവത്ഗീതയിലെ കാര്യങ്ങൾ പോലെ തന്നെ ഇവിടെ ഒരു ഗീത അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും അന്തർഭവിച്ചിരിക്കുന്ന എന്താ? ഒരേ ഒരു കാര്യം മാത്രം മതി, എനിക്ക് മോക്ഷം മതി, മോക്ഷം മതി, മോക്ഷം മതി എന്ന് പറയുന്ന അമ്മ. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയിരിക്കുന്ന അമ്മ. സ്വയംഭവന് വേണ്ട സന്തതികളിൽ ഏറ്റവും ശ്രേഷ്ഠമതി എന്ന് പറയുന്ന ദേവഹൂതി. അപ്പോൾ ഈശ്വരനുമായിട്ട് സാമീപ്യവും സമ്പർക്കവും സായുജ്യവും ഒക്കെ സാധിക്കണം എന്നുള്ള മട്ടിലിരിക്കുന്ന ഒരു ജീവൻ്റെ ഒരു പ്രത്യേക മൂർത്തിമൽഭാവം എന്ന് പറയാം. ആ മൂർത്തി അല്ലെങ്കിൽ ആ പറയുന്ന ജീവനാണ് വാസ്തവത്തിലൂടെ മുക്തയാകുന്നത്. ആ മുക്തിയാണ് സോഹം പദവി. നല്ലപോലെ ഉറപ്പിക്കുക. ഇനി പരമഹംസന്മാരുടെ പരമ്പര ഇങ്ങനെ ഓരോന്നോരോന്ന് വരുമ്പോഴും ആ പരമഹംസന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് ഓരോരോ അധ്യായങ്ങളും കഥകളും അവതാരങ്ങളും ഇതെല്ലാം തന്നെ ഇവിടെ ഭാഗവതത്തിൽ ഇങ്ങനെ വരുമ്പോഴും ഉറപ്പിക്കുക, നമ്മളെല്ലാവരും എത്തിച്ചേരേണ്ടത് ഈ സോഹം പദവിയിലാണ്, ഹംസപദവിയിലാണ്, ഓംകാരത്തിലാണ്. ഓംകാരം വിട്ടിട്ടൊരു മന്ത്രമില്ല, ഓംകാരം വിട്ടിട്ടൊരു പദവിയില്ല, ഓംകാരമല്ലാതെ മറ്റൊന്നും ഈശ്വരനെ ചൊല്ലി നമുക്കില്ല, ഓംകാരം വിട്ടിട്ടൊരു വേദമില്ല. അറിവിൻ്റെ പരമകാഷ്ഠ എന്ന് പറയുന്നത് ഓംകാരം തന്നെയാണ്. അറിയേണ്ടത് ഇതുമാത്രമാണ്, ഞാൻ അതാണ് എന്ന് പറഞ്ഞാൽ ഓംകാരമാണ് എന്ന്, ഞാൻ അത്തരത്തിൽ ശരീരമല്ല എന്ന് അത്തരത്തിൽ ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ഉപദേശങ്ങളെല്ലാം തന്നെ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഈ കപിലഗീതയിൽ ഞാൻ നേരത്തെ ചൊല്ലിയ ഭാഗം ഒന്നുകൂടി, യസ്മിൻ പാരമഹംസ്യമേകം അമലം ജ്ഞാനം പരം ഗീയതേ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഈ രണ്ടാമത്തെ ശ്ലോകത്തിലെ ആ പാദം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അവിടെ പരമഹംസന്മാർ പാടിയ ജ്ഞാനം ഇങ്ങനെ പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തും പാടില്ല. അറിവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള പുസ്തകജ്ഞാനം കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ട് ആ ജ്ഞാനം അപരോക്ഷമായിരിക്കുന്ന ഒരു അനുഭൂതിയായിട്ട് മാറണ്ടേ. നമ്മൾ കേട്ടതും കേട്ടുകൊണ്ടിരിക്കുന്നതും അറിയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തലയിൽ കുത്തിച്ചെലുത്തി പറയാനുള്ള കഴിവുണ്ടാക്കി എടുത്തിട്ട് എന്താ കാര്യം? അറിയേണ്ടത് അറിഞ്ഞ് നമ്മൾ വാസ്തവത്തിൽ ആസ്വദിക്കുകയാണ് വേണ്ടത്. പറയുക എന്നുള്ളത് വേറൊരു പ്രവൃത്തിയുടെ പദമാണ്. അതെല്ലാം തന്നെ വിട്ടിട്ട് നമ്മൾ അറിയേണ്ടതറിഞ്ഞു ആനന്ദിക്കുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് ആത്മാനുഭൂതി. അതാണ് വാസ്തവത്തിൽ ജ്ഞാനം. അപ്പോൾ എല്ലാ തരത്തിലും പരമജ്ഞാനമായിരിക്കുന്ന പരമഹംസന്മാർ നേടിയ അറിവ് പ്രതിപാദിക്കുന്ന കൂട്ടത്തിലാണ് ആദ്യത്തെ പരമഹംസൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പരമഹംസനായിരിക്കുന്ന
കപിലവാസുദേവനെ കാണുന്നത് അമ്മ ദേവഹൂതിയും അച്ഛൻ കർത്തവ പ്രജാപതിയും. എന്നിട്ട് അവർ പാടിത്തന്ന ഈ രാജസ സാത്വിക താമസ ആ ഗുണങ്ങളിലൂടെ അതിലൂടെ കടന്നു വരുന്ന കർമ്മത്തിൻ്റെ യോഗമായാലും ജ്ഞാനത്തിൻ്റെ യോഗമായാലും അതുപോലെ തന്നെ ഭക്തിയുടെ യോഗമായാലും ഏത് യോഗമായാലും ഈ ത്രിഗുണങ്ങളെയെല്ലാം തന്നെ വാസ്തവത്തിൽ അതിക്രമിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഭഗവത്ഗീതയിലെ വാക്യം നല്ലപോലെ സുദൃഢമാക്കുക. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോഭവ അർജുന. എന്തുകൊണ്ടാണ് നമ്മൾ സത്രങ്ങൾ നടത്തിയിട്ടും സപ്താഹങ്ങൾ നടത്തിയിട്ടും ഘോരഘോരം ഇങ്ങനെ പ്രസംഗിച്ചിട്ടും എനിക്കും തോന്നുന്നുണ്ട് പലപ്പോഴും ഇങ്ങനെ പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? ആര് കേൾക്കാൻ? ഒരു വനരോധനമായിട്ട് ഈ പറഞ്ഞ കാട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കൂക്കി വിളിക്കുന്ന പോലെ എന്തോ പറഞ്ഞു പോകുന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു മാറ്റവും ഈ പറയുന്ന അലയടിക്കുന്നത് കൊണ്ടുണ്ടാകുന്നില്ല എങ്കിൽ എന്തു പ്രയോജനം? അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ വാസ്തവത്തിൽ അറിയേണ്ട സംഗതി അറിഞ്ഞ അനുഭൂതിയിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് ഗുണം കിട്ടും. പലപ്പോഴും ദൈവദശകം ചൊല്ലുന്ന ഗുരുദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ ഇങ്ങനെ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടക്കുന്ന ആ ദൈവദശകത്തിൻ്റെ ഒടുവിലും ആഴമേറുന്നിൻ മഹസാവാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം, പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരില്ല. അപ്പോൾ എല്ലാ തരത്തിലും ഈശ്വരൻ്റെ അനുഭൂതി മുഴുവൻ നുകർന്നിട്ട് ഈശ്വരീയമായിട്ടുള്ള അനുഭൂതിയിൽ നമ്മൾ നിറഞ്ഞ് അതിൽ തന്നെ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് കിടക്കുമ്പോൾ പിന്നെ നമ്മൾ അവിടെ ഒന്ന് എഴുന്നേറ്റ് പോരുമോ? അതാണ് വാസ്തവത്തിൽ ജ്ഞാനം. ആ അറിവ് ഞാൻ അതാണ് എന്നുള്ള അറിവ്, ആ സോഹം എന്ന് പറയുന്ന പദവി, ആ മന്ത്രത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്ന ഹംസ പദവി, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമല്ലാതെ മറ്റു യാതൊന്നുമില്ല. ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കുക. ദേവഹൂതി എന്ന് പറയുന്ന ഈ സാധ്യരത്നം ഏതായാലും പിന്നാലെ തപസ്സനുഷ്ഠിച്ചു എന്നിട്ട് മുക്തിയെ പ്രാപിച്ചു എന്നൊക്കെ ഇവിടെ പറയുമ്പോഴും കപിലവാസുദേവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നിങ്ങനെ പറയുമ്പോഴും ഒരാൺകുട്ടി ജനിച്ച് അമ്മയെ ആ കുട്ടിയുടെ കയ്യിൽ, അതായത് കപിലവാസുദേവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കർദമ പ്രജാപതിയും തപസ്സിന് പോയി എന്ന് പറയുമ്പോഴും ഈ 3 പേരും എങ്ങും പോകുന്നില്ല എന്നുള്ള നഗ്നസത്യവും കൂടി നിങ്ങളൊന്ന് ഉറപ്പിക്കണ്ടേ? സ്വയംഭുവനുവിൻ്റെ സന്തതി എന്നുള്ള ചിത്രീകരണമെല്ലാം തന്നെ വേദവ്യാസ വിരചിതമായിരിക്കുന്ന കഥകളാണ്. ഒരു അമാനുഷിക പ്രകൃതിയായിരിക്കുന്ന ഒരു അവതാര സ്വരൂപം വേദവ്യാസര് അദ്ദേഹത്തിൻ്റെ തൂലിക ചലിപ്പിച്ചപ്പോൾ ഉണ്ടായ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെയെല്ലാം തന്നെ ഇട്ടു തന്നിരിക്കുന്നത് അന്ധമായിട്ടുള്ള ഈ അനുധാവനത്തിന് വേണ്ടിയിട്ടല്ല, പിന്നാലെ ഇങ്ങനെ ഓടി നടക്കുക, എന്നിട്ട് അവരെന്ത് ചെയ്തു ഇവരെന്ത് ചെയ്തു എന്നിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടല്ല. എപ്രകാരം നമുക്ക് കർദമ പ്രജാപതിയെ പോലെയാകാം, എപ്രകാരം നമുക്ക് ദേവഹൂതിയെ പോലെയാകാം, എപ്രകാരം ഇവർ തമ്മിലുള്ള സംയോഗത്തിലൂടെ ഈശ്വര അവതാരം സാധിക്കാം, എപ്രകാരം ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ധന്യമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അവർ എങ്ങനെ വിരചിച്ചുവോ അതുപോലെ നമുക്കും വിരചിക്കാൻ എങ്ങനെ സാധിക്കും? ഇതല്ലേ വാസ്തവത്തിൽ ഈ ഭാഗവത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ ഒഴുകി നടക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. അതിനുവേണ്ടിയുള്ള ശ്രമമില്ലാത്തത് കൊണ്ടാണ് നേട്ടമില്ലാതെ പോകുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു കൂട്ടുന്നത്? ഭാരതവർഷത്തിൽ നമ്മുടെ ഈ സംസ്കാരം, സനാതനംസ്കാരം എന്ന് പറയുന്ന ഈ സംസ്കാരം, അത് ഊട്ടിയുറപ്പിക്കാനായിട്ട് യുവതലമുറ ഒന്നുകൂടി കച്ചേട്ടി ഇറങ്ങേണ്ട സന്ദർഭം വൈകിക്കഴിഞ്ഞു. വയസ്സന്മാരായിട്ടുള്ള കുറേ കൂട്ടർ ഭാഗവതം വായിച്ചുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല. യുവാക്കളെ കാണാനില്ല, ചെറുപ്പക്കാർ വരുന്നില്ല, അവർക്ക് ദീക്ഷയില്ല. നമ്മളൊരു സമ്പ്രദായത്തിലേക്ക് കടന്നു വന്ന് ദ്വാദശാക്ഷരി എന്ന് പറയുന്ന അടുത്ത സ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ ദ്വാദശാക്ഷരി മന്ത്രത്തിൻ്റെ പ്രസക്തി അത് കേട്ട് അതെല്ലാം തന്നെ ദീക്ഷാ സമ്പ്രദായത്തിൽ സ്വീകരിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കുന്ന ധ്രുവൻ്റെ കഥ, അത് വാസ്തവത്തിലൊരു സമ്പ്രദായമാണ്. നമുക്കെല്ലാവർക്കും തന്നെ ഒരു സമ്പ്രദായം ഇട്ടു തന്നിട്ടുണ്ട് ഋഷീശ്വരന്മാർ. നമ്മുടെ പൂർവികരായിട്ടുള്ള ഭാരതീയരായ ഋഷീശ്വരന്മാർ അവരുടെ പരമ്പരയിൽ വീണിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഇട്ടു തന്നിരിക്കുന്ന പാരമ്പര്യം, പൈതൃകം, അത് അനുധാവനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മൾ പഠിച്ചേ മതിയാകൂ. ദ്വാദശാക്ഷരി പഠിക്കുക, അത് ജപിക്കുക, താഴത്തുനിന്ന് തലയിലേക്ക് കയറുക, പുറത്തുനിന്ന് അകത്തേക്ക് കയറുക, ഷഡ്ചക്രങ്ങളെ ഭേദിക്കുക, പഞ്ചകോശങ്ങളെ മുറിക്കുക, പുറത്തേക്ക് ശരീരത്തെ വിട്ട് പുറത്തേക്ക് കടക്കുക, പിന്നെ ശരീരത്തിലേക്ക് കടക്കാതിരിക്കുക. ശരീരത്തെ മുറിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തെ തേടിക്കൊണ്ട് നടക്കാതിരിക്കുക. ഇത് പറയുമ്പോൾ എനിക്ക് വളരെയേറെ ഒരു വിമർശനാത്മകമായിട്ടുള്ള തോന്നൽ കൂടുവിട്ടുകൂടുമാറിലെല്ലാം തന്നെ സിദ്ധികളിൽപ്പെട്ടതാണ്. അണിമാതി അഷ്ടൈശ്വര്യങ്ങളെപ്പറ്റി കൃഷ്ണൻ ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കും ഏകാദശസ്കന്ധത്തിൽ. അതുകൂടാതെ മൊത്തം 18 സിദ്ധികളെല്ലാം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ സിദ്ധികളെല്ലാം തന്നെ അപകടമാണ്. ഈ സിദ്ധികളെല്ലാം തന്നെ കൈവരിക്കുന്ന ശരീരം കൊണ്ട് നേടുന്ന സിദ്ധികൾ അത് വച്ചു പുലർത്തിക്കൊണ്ട് നമ്മൾ അത്ഭുതങ്ങൾ കാട്ടിക്കൊണ്ടു പോകുമ്പോൾ അതെല്ലാം അപകടമാണ്. എന്തേ ക്രിസ്തുദേവൻ ഈ സിദ്ധികൾ കാണിച്ചുകൊണ്ട് എന്ത് ഗുണം കിട്ടി, ആർക്ക് കിട്ടി, എന്ത് ഗുണം? കുറേ ആൾക്കാരെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ട് അവരെയെല്ലാം തന്നെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു പ്രത്യേക സമ്പ്രദായം ഉണ്ടാക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് ആ സിദ്ധികൾ കൊണ്ടെന്താ നേട്ടം? ആ സിദ്ധികളെല്ലാം തന്നെ ഉപേക്ഷിക്കുക എന്നുള്ള രീതിയും ഭാഗവത്തിൻ്റേതാണ്. ഏതൊരു സിദ്ധി കിട്ടിയാലും അതെല്ലാം തന്നെ ഭഗവതർപ്പണമായിട്ട് ആ സിദ്ധികളെ ഉപേക്ഷിക്കുക എന്നുള്ളത്, അത് വാസ്തവത്തിൽ ഇവിടെ എല്ലായിടത്തും, ഞാനിത് ആമുഖമായിട്ട് പറയുന്നത്, ഇതെല്ലാം തന്നെ വിഭിന്നങ്ങളായിട്ടുള്ള അഭിന്നങ്ങളായിട്ടുള്ള
ഭാഗവത്തിൻ്റെ ഭാഗങ്ങളാണ് നമുക്ക് മുറിച്ച് വേർപെടുത്താൻ പറ്റാത്തത്, എന്നാൽ വ്യത്യസ്തങ്ങളായിട്ട് തോന്നുന്നത്. അങ്ങനെയുള്ള ഈ ഭാഗങ്ങളെയെല്ലാം തന്നെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മൾ സിദ്ധികൾക്ക് വേണ്ടിയിട്ട് മന്ത്രം ജപിക്കാതെ, സിദ്ധികൾക്ക് വേണ്ടിയിട്ട് യാഗം ചെയ്യാതെ, സിദ്ധികൾക്ക് വേണ്ടിയിട്ട് യോഗാവസ്ഥ അതൊന്നുമില്ലാതെ, ഈ സിദ്ധികളെല്ലാം തന്നെ തുച്ഛമായത് അത് വരുമ്പോൾ അവയ്ക്കൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത് എന്നുള്ള മട്ടിൽ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ധന്യമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെ കടന്ന് അവസാനം ശരീരത്തെ ത്യജിക്കുക എന്ന് പറയുന്ന അമൂല്യമായിട്ടുള്ളൊരു പ്രവർത്തനം, അമൂല്യം, ഇൻവാല്യുബിൾ, ഈ ശരീരത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്യന്തം സ്തുത്യർഹമായിരിക്കുന്ന ആ പ്രവർത്തനം അത് കാഴ്ചവെച്ചുകൊണ്ട് മുക്തി നേടുക എന്നുള്ളതല്ലാതെ ദേവഭൂതിയുടെ മുക്തിയിൽ വേറൊരു മുക്തിയില്ല, കർദമ പ്രജാപതിയുടെ മുക്തിയിൽ വേറൊരു മുക്തിയില്ല. കപിലവാസുദേവൻ എന്ന് പറഞ്ഞ ഹംസസ്വരൂപം വന്നത് അതിനു വേണ്ടിയിട്ടാണ്. അല്ലയോ ജീവന്മാരെ, നിങ്ങളാരും ഈ പറയുന്ന ദേഹോഹം എന്നുള്ള ബുദ്ധി നിങ്ങൾക്ക് വേണ്ട. വാസ്തവത്തിൽ ദേഹോഹം എന്നുള്ള ആ ജീവോഹം നമ്മൾ വാസ്തവത്തിൽ ഈ പറയുന്ന ആത്മാവാണ് എന്നുള്ള ആ ബുദ്ധി മാത്രമേ നമുക്ക് വേണ്ടൂ. നമ്മളെല്ലാവരും തന്നെ ശരീരം എടുത്തു എങ്കിൽ കൂടി ശരീരമല്ല നമ്മളെന്നുള്ള ബോധത്തിലേക്ക് എത്തിക്കലാണ് കപിലോപദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. ഇത് ഓരോരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനൊരാകത്തുക വേണ്ടേ, ഒരു സം ടോട്ടൽ. നമ്മളെല്ലാം തന്നെ അപഗ്രഥിച്ച് പഠിച്ചുകൊണ്ട് അതെല്ലാം തന്നെ സംഗ്രഹിച്ചുകൊണ്ട് അതിനെയെല്ലാം തന്നെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ പരുവപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിക്കേണ്ടതായ, അറിയേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹം കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കേണ്ടത് ഒരു അനിവാര്യമായ സംഗതിയാണ്. അല്ലാതെ പരീക്ഷിച്ച് ഈ പറയുന്ന ഭാഗവതം ശുഖബ്രഹ്മോടെ ഇരുന്ന് വായന തുടങ്ങി, കാലത്തെ കടോദ്യാനം കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഭാഗവത സ്തുതികൾ കഴിഞ്ഞു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കീർത്തനങ്ങൾ വെച്ചിട്ട് ഭാഗവതത്തെ ആരാധിച്ചു, അങ്ങനെ ഭാഗവത്തെ പൂജിച്ചുകൊണ്ട് ഇങ്ങനെ വായിച്ചു, എന്നിട്ട് 9 മണി വരെ വായിച്ചു, ഭീഷ്മസ്തുതി കുന്തിസ്തുതിയൊക്കെ വായിച്ച് കേൾപ്പിച്ചു, എന്നിട്ട് ചായ കുടിക്കാൻ പോയി തിരിച്ചു വന്നു. ഇതൊന്നും പരീക്ഷിത്തും ഈ സുഖബ്രഹ്മവും തമ്മിലുള്ള സംവാദത്തിലില്ല. അത്തരത്തിലുള്ള രീതിയിൽ അതെല്ലാം തന്നെ പിന്നാലെ നമ്മൾ അവലംബിച്ച ചില മാർഗങ്ങളാണ്. അതെല്ലാം തന്നെ കർമ്മോന്മുഖമായതാണ്, ക്രിയാമാർഗങ്ങളാണ്. അതൊന്നും തന്നെ ജ്ഞാനമാർഗത്തിൽ ആവശ്യമായതുമല്ല. അതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നു. അതിനെയെല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അതിൻ്റെ അന്തരംഗത്തിലേക്ക്, അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. കർമ്മോന്മുഖമായിട്ടുള്ള രീതി ആദ്യകാലഘട്ടത്തിൽ വേണം. കർമ്മം ആവശ്യമാണ്. കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും കർമ്മരഹിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അതുപോലെ കർമ്മങ്ങളെല്ലാം തന്നെ നമ്മളെ അന്ധകരണത്തെ ശുദ്ധമാക്കുന്നില്ല എങ്കിൽ ആ കർമ്മങ്ങൾ കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നുകൂടി വ്യക്തമാക്കാം. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ കർമ്മോന്മുഖരായിട്ട് ജീവിച്ചു പോകുമ്പോഴും കർമ്മത്തെ അതിജീവിച്ച് രാജസംസാത്വികം താമസം എന്ന് പറയുന്ന കർമ്മഗതികളും അത്തരത്തിലുള്ള ഭക്തിയുടെ ഗതികളും അത്തരത്തിലുള്ള ജ്ഞാനസ്വരൂപങ്ങളും ഇതെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഗുണാതീതമായിട്ടുള്ള ഭാവത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഹംസമാകുന്നു. ഹംസം എന്ന് പറയുന്ന ഗുണാതീതമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ 3 ഗുണങ്ങൾക്കും അതീതമായ തുരീയ ഭാവമാണ്. അത്തരത്തിലുള്ള ഹംസമായി തീരാൻ വേണ്ടിയിട്ടാണ് പരമഹംസന്മാർ വന്നത്, പരമഹംസന്മാർ പാടിയത്. ഇനി അടുത്ത കഥാപാത്രം നമ്മൾ കാണാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരമഹംസൻ പ്രഹ്ലാദനാണ്. അപ്പോൾ ഇതേ രീതിയിലുള്ള പരമഹംസന്മാർ വരുന്നുണ്ട്, പാടുന്നുണ്ട്, പറയുന്നുണ്ട്, ഏറെ കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഹംസമായിട്ട് ഇവിടെ വന്ന് അവതരിച്ച പരമഹംസ പദവി അലങ്കരിക്കുന്ന ആചാര്യശ്രേഷ്ഠന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗവത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ പരമഹംസനായിരിക്കുന്ന കപിലനെ എല്ലാം തന്നെ തൃതീയ സ്കന്ധത്തിൻ്റെ ഒടുവിൽ അവതരിപ്പിച്ചത്. ഈ ജ്ഞാനം ദൃഢമാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നാലെ വരുന്ന സ്കന്ധങ്ങളെല്ലാം. ഏതൊരു ജ്ഞാനമാണോ, ജ്ഞാനം കൊണ്ട് ഉദ്ദേശിച്ച് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആരെ എന്നുള്ള അറിവാണ് ജ്ഞാനം. ഞാൻ ആറ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ടതായിട്ട് യാതൊന്നുമില്ല. അറിയേണ്ട സംഗതി അതുമാത്രമേ ഉള്ളൂ. ഞാൻ വാസ്തവത്തിൽ കാണുന്ന ശരീരമല്ല, അവയവങ്ങളല്ല. അപ്പോൾ ഈ പറയുന്ന കൂട്ട് നമ്മൾ ഈ നിർവാണ ഷൽക്കത്തിൽ ആചാര്യസ്വാമികൾ പാടുന്ന പോലെ ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്നെല്ലാം തന്നെ പറയുന്ന പോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കാം. ചേമ്പിലയിലെ ആ വെള്ളത്തുള്ളി പോലെ ഇങ്ങ് പറ്റില്ലാതെ ഇങ്ങനെ ഒഴുകി നടക്കാൻ കാരണം എന്താ? ഞാനതല്ല, ഞാനിതല്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ശരീരത്തിനെല്ലാം തന്നെ അതീതമായിരിക്കുന്ന ആത്മസ്വരൂപമാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പരമഹംസൻ കപിലവാസുദേവൻ ഈ ഗീത ഓതിക്കൊടുക്കുന്നത്. അത് കേൾക്കാൻ ശ്രദ്ധാലുവായിരിക്കുന്ന ശ്രദ്ധാവല്ലഭതജ്ഞാനം എന്ന് പറയുന്ന രീതിയിൽ ശ്രദ്ധാലുവായിരിക്കുന്ന അമ്മ, അതും തപ്തജീവൻ, അത് കേൾക്കുന്നു, അത് മുക്തമാകുന്നു, മുക്തയാകുന്നു. ഈ രീതിയിലുള്ള പ്രതിപാദനമാണ് നമുക്ക് കപിലഗീതയിലൂടെ കിട്ടേണ്ടത്. ഓരോ അധ്യായങ്ങൾ വായിച്ച് ഓരോ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥതലങ്ങളെല്ലാം തന്നെ അപഗ്രഥിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന രീതി ഇന്ന് കാണുന്നുണ്ട്. നല്ലതാണ്, അത് അറിയാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ അതിൽ തന്നെ കെട്ടിക്കിടന്നുകൊണ്ട് ഭാഗവതം ഒരു വട്ടം വായിച്ചു, കുറേ കാര്യങ്ങൾ ഗ്രഹിച്ചു, പഠിക്കാൻ കുറേ സംഗതികൾ സാധിച്ചു, അതെല്ലാം തന്നെ പ്രസംഗിക്കാനുള്ള കഴിവുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ പ്രസംഗിക്കാനും വായിക്കാനും എന്നിട്ട് അങ്ങനെ നടക്കാനും ഇടവരുമ്പോൾ അതിൽ ഒതുങ്ങിപ്പോകുന്നുണ്ടാവും. ഒതുങ്ങിപ്പോകൽ നല്ലതല്ല. അപ്പോൾ ഒതുങ്ങാൻ വേണ്ടിയിട്ടല്ല,
വളരാൻ വേണ്ടിയിട്ടാണ്, വിടരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഉയരാൻ വേണ്ടിയിട്ടാണ്, ഉണരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ തരത്തിലും നമ്മൾ ശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തെ ആർജിക്കാൻ ഉതകുന്ന ഒരു ഭാഗമായിട്ട് ഈ കപിലഗീത എന്ന് പറയുന്ന തൃതീയ സ്കന്ധത്തിലെ ഒടുവിലത്തെ ഭാഗങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ പ്രഭാഷണം എന്ന് പറഞ്ഞ് ഞാനൊരു സംഗ്രഹിച്ചുകൊണ്ട് അതിനെയെല്ലാം തന്നെ ഏറ്റവും അതിൻ്റെ എന്താ പൊരുൾ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചതാണത്. ഭഗവത് അനുഗ്രഹത്തോടുകൂടി ചെയ്തു എന്ന് മാത്രം. കപില വാസുദേവൻ്റെ നിർദ്ദേശവും അനുഗ്രഹവും അത്തരത്തിൽ ഈശ്വരൻ്റേതായിട്ടുള്ള വാസുദേവൻ്റെ എല്ലാ തരത്തിലുള്ള നിർദ്ദേശവും ഉണ്ട് എന്നുള്ള മട്ടിൽ നമുക്ക് ഇന്നത്തെ ഈ പ്രഭാഷണം നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നു. ഒന്നുകൂടി നിങ്ങളത് ശ്രവിച്ച് ഇതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിച്ച് എല്ലാ തരത്തിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും മാറട്ടെ, എല്ലാം മാറട്ടെ. ശരീരം പോലും നമുക്ക് ഇല്ലാത്തൊരവസ്ഥയിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ആത്മസ്വരൂപന്മാരായിട്ടുള്ള നമുക്ക് പ്രകാശത്തിലൂടെ ഇങ്ങനെ ഓടി നടക്കാനും ആ പ്രവാഹത്തിലൂടെ നമുക്ക് കടന്നു പോകാനും ഇടവരട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം സഖനാവവതു സഖനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.